പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, നിൻ സ്വരം കേൾപ്പാൻ ഞാൻ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയ നിൻ മഹിമ കാൺമാൻ ഏഴയാമൻ കൺകൾ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയ നിൻ മഹിമ കാൺമാൻ ഏഴയാമൻ കൺകൾ കൊതിച്ചിടുന്നേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇസഹാക്കിലൂടെ സാറായി നിറച്ചവൻ, ശമൂവേലിൽ ഹന്നായി ആശ്വസിപ്പിച്ചവൻ. ഇസഹാക്കിലൂടെ സാറായി നിറച്ചവൻ, ശമൂവേലിൽ ഹന്നായി ആശ്വസിപ്പിച്ചവൻ. സ്നാപകനിൽ എലിസബത്തിനെ ഓർത്തവൻ, ലോകരക്ഷിതാവിനെ തന്നതും നീ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, നിൻ സ്വരം കേൾപ്പാൻ ഞാൻ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, നിൻ സ്വരം കേൾപ്പാൻ ഞാൻ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയ നിൻ മഹിമ കാൺമാൻ ഏഴയാമൻ കൺകൾ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയ നിൻ മഹിമ കാൺമാൻ ഏഴയാമൻ കൺകൾ കൊതിച്ചിടുന്നേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിനു മഹത്വം. UAE കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന എബനേസർ ഗോസ്പൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ആശയങ്ങളുടെ വാതായനം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. അരനൂറ്റാണ്ടുകൾക്കധികമായി കേരള പെന്തക്കോസ്തുകാർക്കും കേരളത്തിനു വെളിയിലും വിവിധ രാജ്യങ്ങളിലും സത്യസുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധരായ ദൈവദാസന്മാരുമായുള്ള അത്യപൂർവ അഭിമുഖത്തിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ കർത്താവിൽ പ്രസിദ്ധരായ കാനമച്ചൻ, പാസ്റ്റർ EA വർഗീസ്, പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം എന്നിവർ പങ്കെടുക്കുന്നു. ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് എബനേസർ ബൈബിൾ ട്രെയിനിങ് സെന്ററിന്റെ ഫാക്കൽറ്റിയായ ഡോക്ടർ ആൻഡ്രൂസ് വർഗീസ്. ദയവായി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 41-42 വാക്യങ്ങൾ വായിക്കുന്നു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പനുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആദിമസഭയുടെ ഒരു പാറ്റേൺ അവരെങ്ങനെ കണ്ടക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൃശ്യമായ സഭയിൽ, അഥവാ നമ്മൾ ലോക്കൽ സഭ എന്ന് വിശേഷിപ്പിക്കുന്ന സഭയിൽ ഇത് തുടർമാനമായി നടക്കേണ്ടതല്ലേ? ഇത് നടക്കുന്നില്ലെങ്കിൽ ഈ ശുശ്രൂഷകളൊന്നും അപ്പോസ്തലന്മാർ ഉപദേശിക്കുകയും സ്നാനം, ജീവിതങ്ങൾ മുമ്പോട്ട് കടന്നു വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനം ഏൽക്കുകയും അവർ കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്യാത്ത ഒരവസ്ഥയാണ് സഭയിലെങ്കിൽ അതിനെ സഭയെന്ന് വിളിക്കാൻ പറ്റുമോ? അതിനൊരു വ്യത്യാസം ആവശ്യമല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. സഭ എന്നുള്ള വിഷയത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ് ദേവദാസന്മാരിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും ഒന്ന് ആവർത്തിക്കുന്നത് ക്ഷമിക്കണം. സഭയെ പല കാര്യങ്ങളോട് ഉപമിച്ച് ഉപമാനങ്ങൾ നൽകി സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ശരീരം എന്നാണ്. സഭയെ ഒരു ശരീരത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം, സഭ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആബ്സ്ട്രാക്റ്റായിട്ട് ചുമ്മാ സഭ അങ്ങ് ചെയ്തു എന്ന് പറയാൻ സാധിക്കുമോ? അല്ല. ആ സഭയാകുന്ന ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും കൂടി അതതിൻ്റെ ഭാഗം നിർവഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ, ഒരു വ്യക്തിയാണ് യാത്ര പോകുന്നത്, ആ വ്യക്തിയുടെ ആ യാത്രയിൽ ഏതെങ്കിലും ഒരു അവയവം വീട്ടിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ യാത്രയിൽ പങ്കെടുക്കാതെ ചില അവയവങ്ങൾ മാത്രം അതിൽ സഹകരിച്ച് അങ്ങനെ ഒരു യാത്ര ചെയ്യുന്നതായിട്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. കണ്ണും കയ്യും കാലും എല്ലാം ആ യാത്രയിൽ ആ വ്യക്തിത്വത്തിൻ്റെ ഭാഗങ്ങളായിട്ട് അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ 4 ഫോൾഡ് മിനിസ്ട്രിയോ അല്ലെ 5 ഫോൾഡ് മിനിസ്ട്രിയോ എനിക്കറിയില്ല. അതിൻ്റെ നമ്പർ അനുസരിച്ച് പറയാൻ വാസ്തവത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. മാനിഫോൾഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കാം. അത് 5 കൊണ്ടോ 6 കൊണ്ടോ 7 കൊണ്ടോ തീരുന്നതാണെന്ന് എനിക്ക് പറയാനുള്ള അറിവും എനിക്കില്ല. ഏതായാലും വിവിധ തരത്തിലുള്ള ആളുകളെ ഉപയോഗിച്ചാണ് ഈ സഭയുടെ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഇല്ലേ, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ വലിയ സ്കോളറായിട്ട് വലിയ പാണ്ഡിത്യമുള്ള ജനറൽ എഡ്യൂക്കേഷനും റിലീജിയസ് എഡ്യൂക്കേഷനും ഒക്കെ വേണ്ടതുപോലെ പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ ആ നിലവാരത്തിലൊന്നും വരാത്ത പല അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പത്രോസ്, ഞാൻ തന്നെ താഴ്ത്തി പറയല്ല, ആ നിലയ്ക്ക് പൗലോസിനോട് ഒപ്പം എത്താൻ ഉള്ള കഴിവ് തനിക്കില്ലായിരുന്നു. അതിൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒരു പക്ഷേ പത്രോസിന് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. എന്നാൽ താൻ ദൈവകൃപയിൽ മുതിർന്നു കഴിഞ്ഞപ്പോൾ താൻ 2 ലേഖനങ്ങൾ എഴുതി പത്രോസ്. ആ ലേഖനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിനെ പ്രൈസ് ചെയ്ത് വളരെ ബഹുമാനിച്ച് സംസാരിക്കുന്ന ആ ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ പ്രിയ അപ്പോസ്തലനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ രക്ഷയ്ക്കുള്ള ജ്ഞാനവും ഉണ്ട്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം മിനിസ്ട്രി ചെയ്യുമ്പോൾ അതിന് ഉപോത്ബലകമായിട്ടുള്ള കൂടുതൽ അളവിൽ ദൈവാത്മാവ് കൊടുക്കുന്ന ജ്ഞാനവുമുണ്ട്. ആ ജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ പൗലോസിൻ്റെ ഒപ്പത്തിൽ എത്തുവാൻ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ രക്ഷാകരമായ ജ്ഞാനം എന്ന് പറയുന്നത് എല്ലാ അപ്പോസ്തലന്മാർക്കും ഒരുപോലെയാണ്. ബൈ ദ വേ, ഞാൻ ഓർക്കുകയാണ്, ഈ അപ്പോസ്തലൻ എന്നുള്ള വാക്കിൻ്റെ പല അർത്ഥങ്ങളിൽ ഒന്ന് കാതലിക് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെയാണ്. ജനറൽ, യൂണിവേഴ്സൽ എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ പൊതു ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെയാണ് വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാർ എന്ന് വിളിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അത് തെറ്റില്ല. ആ കൂട്ടത്തിൽ ആ 12 അപ്പോസ്തലന്മാരുടെ നിലവാരത്തിൽ മറ്റാരും വരുന്നില്ല. അപ്പോസ്തലനായ പൗലോസിനെ ഈ 12 പേരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താമോ എന്നൊരു ചോദ്യമുണ്ട്.
അതിനെക്കുറിച്ചും എനിക്ക് ഖണ്ഡിതമായിട്ടൊരു അഭിപ്രായം പറയാൻ സാധിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ ഒരു ജനറൽ അപ്പോസ്തലനായിരുന്നു, അല്ലെ 13ാമത്തെ അപ്പോസ്തലനായിരുന്നു എന്നിങ്ങനെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. ഒരിക്കൽ തൻ്റെ അപ്പോസ്തല പദവിയെക്കുറിച്ച് താൻ കർത്താവിനോടുകൂടെ നടന്നവന് അല്ല, തൻ്റെ കർത്താവിൻ്റെ സഭയെ ഉപദ്രവിച്ചവനാണ് എന്ന് ഇങ്ങനെയുള്ള പല ന്യൂനതകൾ തൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് ആരൊക്കെയോ തനിക്കെതിരായിട്ട് സംസാരിച്ചതിൻ്റെ വേദനയിൽ ഒരിക്കൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അപ്പോസ്തലനല്ലയോ എന്ന് പറഞ്ഞാൽ മറ്റ് അപ്പോസ്തലന്മാർക്ക് ലഭിച്ച ആ പദവി, ആ പ്രാഗൽഭ്യം എനിക്കില്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് തന്നെയുമല്ല, മറ്റ് അപ്പോസ്തലന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കാത്ത അനേക കാര്യങ്ങൾ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായിട്ടും കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ചില തസ്തികകൾ ചിലർക്ക് കൊടുത്തിട്ട് ആ കൊച്ചു ബ്രാക്കറ്റിനകത്ത് നിന്നുകൊണ്ട് ആ ചെറിയ പരിധിയിൽ മാത്രം ചിലത് പ്രാപിച്ച് കൊടുക്കുക, അതിനപ്പുറത്ത് കൊടുക്കാൻ അവർക്ക് അവകാശമില്ല എന്നുള്ള നിലയിൽ അതിനെ ചിന്തിക്കുന്നതിനും ബുദ്ധിമുട്ട് എനിക്ക് കാണുന്നുണ്ട്. ഞാൻ ഈ സമയത്തൊരു കാര്യം ഓർക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരൊക്കെയും വളരെ ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് സ്തേഫാനോസിനെ ഒരു പ്രസംഗത്തിന് വേണ്ടി അത് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചത്. അപ്പോൾ 7 പേരെ ആക്കിയത് അപ്പോസ്തല ശുശ്രൂഷ ചെയ്യാനൊന്നും ആയിരുന്നില്ല. അതിനെ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോസ്തലന്മാർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട്, മിനിസ്ട്രി ചെയ്യാനായിട്ട്, ആ രീതിയിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുത്തത്. എന്നാൽ അവരുടെ യോഗ്യത അല്ലെങ്കിൽ ആ സമർപ്പണം നിമിത്തം അവരിൽ കുറഞ്ഞ പക്ഷം 2 പേര് ഔട്ട്ഷൈൻ ചെയ്യുന്നതായിട്ട്, കൂടുതൽ അവർ പ്രകാശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ആൾ അത് സ്തേഫാനോസാണ്. ആ സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൻ്റെ മാതിരി ഒരു പ്രസംഗം വേറെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. താൻ രക്തസാക്ഷിയുമായി തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്തേഫാനോസിന് ശേഷം രണ്ടാമനായിട്ട് നമ്മൾ കാണുന്ന പീലിപ്പോസ്, തന്നെ ഏത് ശുശ്രൂഷയിലാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് കാണുന്നവരോടൊക്കെ സുവിശേഷം പറഞ്ഞ് ആ എത്യോപ്യൻ ഷണ്ണനെ വരെ വഴിയിൽ വെച്ച് സ്നാനപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളിനെ കാണാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് നമുക്കൊരു വിവരം കിട്ടിയിരിക്കുന്നത്, അദ്ദേഹത്തിന് 4 പെൺമക്കളുണ്ടായിരുന്നു. 4 പേരും പ്രവാചകികൾ, പ്രൊഫറ്റസ് ആയിരുന്നുവെന്നാണ്. അപ്പം നമ്മൾ ഈ കൊച്ചു ഇട്ടാവട്ടം വരച്ച് അതിനകത്ത് ശുശ്രൂഷകൾ ഒതുക്കാൻ ശ്രമിക്കുന്നതും ആത്മഹത്യാപരമാണ്. കൂടുതൽ സമർപ്പിക്കുന്ന ഒരാളിനെ കർത്താവ് കൂടുതൽ ഉപയോഗിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് സ്തേഫാനോസ്, പീലിപ്പോസ് തുടങ്ങിയവരൊക്കെ. ആ ന്യായം അനുസരിച്ചാണല്ലോ 12 അപ്പോസ്തലന്മാരെ കൊണ്ട് ഒരു പുഷ്പം ഇടാൻ പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നാഞ്ഞിട്ട് എന്ന് ഞാനും വിചാരിക്കുന്നു, ഒരു സഭയെ ഉപദ്രവിച്ച് നടന്ന ഒരുത്തനെ പിടിച്ച് ഈ ശുശ്രൂഷയ്ക്കാക്കി. മറ്റു അപ്പോസ്തലന്മാരൊക്കെ 2-3 ലേഖനങ്ങളൊക്കെ എഴുതിയപ്പോൾ ഇദ്ദേഹം 14 എപ്പിസോഡ്സാണ് എഴുതി. 14 ലേഖനങ്ങൾ എഴുതി, ഊറ്റവും ഘനവുമായ ലേഖനങ്ങൾ. അപ്പോൾ ഒരാൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ അയാൾ ആ കൊച്ചു ശുശ്രൂഷ മാത്രം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അയാളുടെ സമർപ്പണം അനുസരിച്ച് ചിലപ്പോൾ അയാളെ പല കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ഉപയോഗിച്ചെന്നിരിക്കും. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു, ഞാൻ അപ്പോസ്തലനല്ലയോ എന്ന് ചോദിച്ച ആ പൗലോസ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അങ്ങനെ ചോദിച്ചെങ്കിലും തൻ്റെ സാമാന്യ ഭാഷ താനൊരു സുവിശേഷകനാണെന്നുള്ളതാണ്. ഞാനൊരു സുവിശേഷകനാണ്. ഇന്ന് പാസ്റ്റർമാരൊക്കെ ക്ഷമിക്കണം, ഇന്നൊരാളെ പാസ്റ്ററായിട്ട് ഓർഡൈൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ ശുശ്രൂഷകനെന്നോ വല്ലതും വിളിച്ചാൽ നിവൃത്തി ഉണ്ടെങ്കിൽ അയാൾ കേസ് കൊടുക്കും. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ കർത്താവിനാൽ വിളിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തി ഒരേ സമയത്ത് തന്നെ ശുശ്രൂഷകനായി ആണെന്ന് വരാം, വലിയ മിറക്കിൾസൊക്കെ ചെയ്യുന്ന വലിയ ഒരു അപ്പോസ്തലനായി തീർന്നെന്ന് വരാം. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ അല്ലെങ്കിൽ മാനിഫോൾഡ് മിനിസ്ട്രി ചെയ്യുന്ന ഒരു അനുഭവം അതും കൂടെ ഉണ്ട് എന്നുള്ളത് മറക്കാതിരിക്കണം. നന്ദി അച്ഛൻ. നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ദൈവവചനത്തിൽ അധിഷ്ഠിതമല്ലാത്ത
ഉപദേശമില്ലാത്ത കൂടിവരവുകൾ കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇന്നലെ കാണാത്ത കൂടിവരവുകളെ ഇന്ന് കാണുന്ന ഒരു പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതിൽ പലർക്കും ഉപദേശപരമായ ഒരു പിന്നാമ്പുറമോ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ്ങോ വേദപുസ്തക അധിഷ്ഠിതമായ പഠിപ്പിക്കലോ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു കൂടിവരവ് ചിലർ അപ്പോസ്തലന്മാരായും ശുശ്രൂഷകന്മാരുമായിട്ടും ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിൻ്റെ കാരണം സഭകളിൽ വചനം പഠിപ്പിക്കുന്നില്ല, വ്യക്തമായ ബൈബിൾ ടീച്ചിങ് സഭകൾക്കുള്ളിൽ നടക്കുന്നില്ല എന്നുള്ളതല്ലേ? അതിൻ്റെ പരിഹാരം ലോക്കൽ സഭകളിൽ തന്നെ അല്ലേ ഉണ്ടാവേണ്ടത്? ഇത് പൊതുവായി ഉയർന്നു വരുന്ന ചോദ്യമാണ്. ശ്രീ കൊടിത്തോടൻ സാറ് അതിന് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം അതിനൊരു മറുപടി പറയാൻ. കാരണം ആ ചോദ്യം ഒരു വിശാല മേഖലയെ സ്പർശിക്കുന്ന ഒന്നാണ്. ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത്, ഞാനൊരു അവിചാരിതമായൊരു ചർച്ചയിൽ ഒരു സെക്കുലർ ചാനലിൽ പങ്കെടുത്തു. തുറന്നു പറഞ്ഞാൽ ശ്രീ ജോൺ ബ്രിട്ടാസാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. അതിൽ സുവിശേഷകൻ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആളുകളൊക്കെ മറ്റു പല നിലവാരത്തിലുള്ളവരാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇപ്പോൾ പാസ ചോദിച്ച അതേ ചോദ്യമാണ്. നിങ്ങളുടെ ആളുകൾ ഒരടിസ്ഥാനവുമില്ലാതെ ജനങ്ങളെ വികാരപരമായൊരു മണ്ഡലത്തിലിട്ട് തുള്ളിച്ചു ഹല്ലേലൂയ എന്നൊക്കെ പറയിപ്പിച്ച് ഒരു പ്രഹേളിക സൃഷ്ടിക്കുന്ന ഏർപ്പാടല്ലേ എന്ന് ചോദിച്ചു. യൂട്യൂബിൽ ഞാനതിന് പറഞ്ഞ മറുപടി കിടപ്പുണ്ട്. നമ്മൾ സാർ അങ്ങനെയല്ല. ക്രിസ്ത്യാനിറ്റി പോയിടത്തെല്ലാം വളർന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻമാരും ഐസക് ന്യൂട്ടന്മാരും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും ടെക്സാസ് യൂണിവേഴ്സിറ്റിയും ഇങ്ങനെയൊക്കെ ഉള്ള വലിയ നിലവാരമുള്ള വ്യക്തികളും സ്ഥാപനങ്ങളുമാണ്. 16-ാം നൂറ്റാണ്ടിലെ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം എന്നൊന്നില്ലായിരുന്നെങ്കിൽ ലോകം ഈ കാണുന്ന നിലയിലാവില്ല. അപ്പോൾ ക്രിസ്ത്യാനിത്വത്തിൻ്റെ മഹാദൗത്യമാണ്, ഒരു വലിയ ദൗത്യം. ശരിക്കും മിഷൻ്റെ ഏറ്റവും സുവർണകാലം അതുതന്നെയാണ്. കാരണം മനുഷ്യജീവിതത്തെ അത് സമഗ്രമായി ബാധിച്ചു. അപ്പോൾ അത് തുടരാനാണ്, അത് അതിലും ഭംഗിയായി കൂടുതൽ കരുത്തോടെ തുടരാനാണ് നമ്മളെ ദൈവമാക്കിയിട്ടുള്ളത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികത, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻ്റ് ഫെയ്ത്ത് എന്ന് പറയുന്നത് തന്നെ റീസണബിൾ ആയിട്ടുള്ളൊരു ഫെയ്ത്താണ്. റീസൺ അഥവാ യുക്തിവിചാരത്തിനുകൂടി പ്രാധാന്യം കൊടുക്കുന്ന, ശാസ്ത്രത്തോട് പോലും അടുത്ത് മുട്ടിയുരുമി നിൽക്കുന്ന വിശ്വാസമാണ്. അതുകൊണ്ടൊരു യുക്തിവാദിക്ക് പോലും എളുപ്പത്തിൽ യോജിക്കാൻ പറ്റുന്ന ഒന്ന് ഈ ക്രിസ്തീയ വിശ്വാസമാണ്. പെൻഡക്കോസ്റ്റൽ ക്രിസ്ത്യൻ ഫെയ്ത്താണ്. അതിന് കാരണമുണ്ട്. ഞാൻ സാറിന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ മതഗ്രന്ഥങ്ങളാകട്ടെ, അതല്ലെങ്കിൽ മറ്റ് ഏത് ആത്മീയ ഗ്രന്ഥങ്ങളാകട്ടെ, അത് കാലോചിതമായി ചിലത് മാറ്റേണ്ടി വരും. ക്ഷമിക്കണം. ഇപ്പം മനുസ്മൃതി എന്നൊരു കൃതിയുണ്ട്. ആ മനുസ്മൃതിയിൽ ഒരു നിയമമാണ്, വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ കാതിൽ, ശൂദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നായർ എന്ന് വിവക്ഷിക്കുന്ന ആ സമൂഹത്തിൻ്റെ പേരാണ്. അപ്പോൾ അവരുടെ കാതിൽ ഈയമുരുക്കി ഒഴിക്കണം. അതൊരു പൗരാണിക നിയമമാണ്. എന്നാൽ ഒരു കാര്യം ഇവിടെ കണ്ടത്, ഈ നിയമം എന്താ ഇന്ന് അവർ നടപ്പിലാക്കാത്തത്? ഇന്ന് നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം അത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ശിക്ഷിക്കപ്പെടുന്ന ക്രിമിനൽ കുറ്റമായി. ഈയ ഉരുക്കി ഒഴിക്കണമെന്ന് ചിന്തിച്ചാൽ പോലും അത് മനുവിനടക്കമെതിരെ കേസെടുക്കും. അതിന് വേറെ കുറ്റം ചുമത്തി സാക്ഷാൽ മനുവിനെതിരെ കേസെടുക്കും. അത് തന്നെയാണ് കല്ലെറിഞ്ഞു കൊല്ലണമെന്ന ഓൾഡ് ടെസ്റ്റമെൻ്റ് വ്യവസ്ഥയും അതുപോലെ കിരാതമായിരുന്നു. അതുപോലെ സെമിറ്റിക് മതങ്ങളില്ല ഇത് കാണാം. ഒരു കാര്യം ഇവിടെ കാണേണ്ടത്, ഇതൊക്കെ കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചു. പക്ഷെ 2000 വർഷം പഴക്കമുള്ള പുതിയ നിയമം ഒരക്ഷരം കൊണ്ട് പോലും പരിഷ്കരിക്കണ്ട. അതിൽ നിന്ന് കളയാൻ ഒരു വാക്കില്ല. അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചുള്ള ഒരു കോമയോ സെമിക്കോളനോ പോലും അവിടുന്ന് കളയാൻ പാടില്ലാത്ത വിധം വളരെ പ്രധാനപ്പെട്ട നിയമസംഹിതകളാണ് പുതു നിയമം മുമ്പോട്ട് വെക്കുന്നത്. ഇവിടെ ഇതൊന്നും ഗ്രഹിക്കാത്ത ഉപരിപ്ലവമായ ചില ഗാദറിങ്സ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുകയാണ്. ആർക്കും അനായാസേന ചെയ്യാൻ പറ്റുന്ന, അനായാസേന രൂപീകരിക്കാൻ പറ്റുന്ന ഒന്നായിട്ട് സഭകളെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് മാറി. അപ്പോൾ വൈകാരികമായി ഇത്തരം ഗാദറിങ്ങുകൾ ഉണ്ടാകുന്നു. അവ പെട്ടെന്ന് കുറേ വളർന്നിട്ട് പൊട്ടിത്തകരുന്നു. അത് കൂടുതൽ മറ്റൊരു പുതിയ പ്രവണതകളെ തേടുന്നു. ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നില്ല, അതവർക്ക് വേണ്ടാതെ വരുന്നു. ഇപ്പോൾ ഒരു കാര്യം, നമുക്കിടയിൽ തന്നെ ഒരു സഹോദരൻ
അദ്ദേഹം പെന്തക്കോസ്തായിട്ട് ആരംഭിച്ചു. പെന്തക്കോസ്ത് ജീവിതശൈലി മുമ്പോട്ട് കൊണ്ടുവന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഹൈപ്പർ ഗ്രേസ് എന്നൊരു ചിന്ത, സ്നാനം വേണ്ട, ഈ മറ്റ് ഉപദേശങ്ങളൊന്നും വേണ്ട, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ അത് രക്ഷഭദ്രമാണ്, കാൽവിനിസം, ഇതെല്ലാം കൊണ്ടുവന്നു. അന്ന് മിറക്കിൾ ചെയ്യുന്നുണ്ട്, മിറക്കിൾ എന്ന പേരിൽ എന്തോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അതും വിട്ടിട്ട് ഒരു പരമ്പരാഗത ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ചുപോയി. അപ്പോഴും പ്രവൃത്തി ഒന്ന് തന്നെയാണ്, നയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കാരണം ഉപദേശത്തിൽ സ്ഥിരതയില്ല. അതുകൊണ്ട് ഒരു ചർച്ച് പാസ്റ്റർ, ഒരു ചർച്ച് സംവിധാനം തൻ്റെ അനുഗാമികളെ, ആ ചർച്ചിലെ മെമ്പേഴ്സിനെ ആഴത്തിൽ തിരുവെടുത്ത് പഠിപ്പിക്കാനുള്ള ആ ഉത്തരവാദിത്തം നിറവേറ്റിയാൽ ഈ പ്രശ്നമുണ്ടാവില്ല. ഡിസിപ്ലിൻ ഇല്ലാത്ത ഈ പോക്ക് നമുക്ക് സമൂഹമധ്യേ നമ്മൾ തെറ്റിദ്ധരിക്കാൻ കാരണമാകും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം പ്രവണതക്കാരെ എല്ലാ അക്കൗണ്ട് പെന്തക്കോസ്റ്റിലാണ് ആളുകൾ ഇടുക. ഇപ്പം ബ്രദർകാരൻ കുറ്റം ചെയ്താൽ പോലും അക്കൗണ്ട് പെന്തക്കോസ്റ്റിലാണ്, നമ്മൾ മറുപടി പറയേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാണ്. ന്യൂ ജനറേഷൻകാരൻ ചെയ്താലും ആര് ചെയ്താലും കുറ്റവാളികളായി സമൂഹം നമ്മളെ കാണുന്നു. കാരണം നമ്മളുടെ സ്ക്രീനിലാണ് ഈ ചെറിയ പിക്ചറുകൾ ഓടുന്നത്. തീർച്ചയായിട്ടും അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ആരോഗ്യകരമായി തീരുന്ന ഒരു പ്രവണതയല്ല. സഭയുടെ ഇന്നത്തെ അവസ്ഥാവിശേഷം വെച്ച് നോക്കുമ്പോൾ ഇത് കൂടുതൽ അപകടത്തിലേക്ക് പോകാനാണ് സാധ്യത. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും മലയാളിയെ കുറ്റം പറയുന്ന ഒരു ഭാഗമുണ്ട്. 3 കാര്യങ്ങളിൽ മലയാളി വഞ്ചിക്കപ്പെടാം. ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ്റാണ്. എത്ര ഇൻവെസ്റ്റ്മെൻറ്റുകൾ പൊട്ടിയാലും വീണ്ടും ഇതിൻ്റെ പിന്നാലെ ഒരു പുതിയ ഓഫറുമായിട്ട് വന്നാൽ വീണ്ടും പണം കൊടുക്കും മലയാളി. ഇതെല്ലാം കേട്ടിട്ട് ഹയ്യോ എന്ന് വെച്ചിട്ട് വീണ്ടും അതിനകത്ത് പണം ഇടും. രണ്ടാമതൊരു കാര്യം ചികിത്സയാണ്. നല്ല ചികിത്സാവിധിയുള്ള നല്ല സ്ഥാപനങ്ങൾ നമുക്ക് ആരോഗ്യ മേഖലയിലുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ വയനാട്ടിലൊരു വൈദ്യം വന്നിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഒറ്റമൂല്യം കൊണ്ടാണ് വന്നേക്കുന്നത്, അവിടെ പോയി ക്യൂ നിൽക്കാനും അടിക്കില്ല. മൂന്നാമത്തെ ഒരു കാര്യം ഈ ഫാസ്റ്റ് ഫുഡ് ആത്മീയതയാണ്. ഫാസ്റ്റ് ഫുഡ് ആത്മീയതയുമായിട്ട് നാളെ ഒരാൾ വരികയാണ്, പെട്ടെന്നൊരു മിറക്കിൾ വരാൻ പോകുന്നു, അത്ഭുതം വരുന്നു, അടയാളം വരുന്നു എന്ന് കേട്ടാൽ മറ്റൊന്നുമില്ലാതെ ആൾ ദൈവങ്ങൾക്ക് പിന്നാലെയും ഇത്തരം ആത്മീയതയ്ക്ക് പിന്നാലെയും ആളുകൾ ഓടുന്നു. ഇതിന് മാറ്റം വരാതെ ഈ പ്രവണതയ്ക്ക് മാറ്റം വരില്ല. അത് സമൂഹത്തെ കൂടി ചികിത്സിക്കേണ്ട കാര്യമാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. വളരെ വിശാലമായി തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള സമയം വളരെ അതിക്രമിച്ച് കൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് ഇതിനൊരു വൈൻഡപ്പ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഞാൻ ആരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഇത് ചില ആശയങ്ങളുടെ തുറന്നിട്ട് ഒരു വാതായനമായി ഈ ചർച്ച നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് ഇതിൻ്റെ ടോക്ക് ഇവിടെ ആരംഭിക്കുകയാണ്. ഇത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആരോഗ്യകരമായി തുടരുവാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട കാനമച്ചനോട് ഒരു ചോദ്യം, വളരെ ചുരുക്കമായി തനിക്ക് മറുപടി പറയുവാൻ കഴിയുന്ന ഒരു ചോദ്യം, വളരെ വ്യക്തിപരം എന്ന് വേണമെങ്കിൽ തോന്നിക്കാം എന്ന് ഉള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. താങ്കൾ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് എപ്പിസ്കോപ്പൽ സഭകളിലെ സ്ഥാനമാനങ്ങളൊക്കെ വിട്ട് വിശ്വാസത്തിന് വേണ്ടി മുമ്പോട്ടിറങ്ങി സഭാവസ്ത്രമൊക്കെ ഊരി ഒരു സുവിശേഷകനായി ലളിത ജീവിതത്തിനും സുവിശേഷ ഘോഷണത്തിനുമായി ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ ലോകം താങ്കളെ ഇത്രമാത്രം ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതിനും ഒരു കാരണവും അത് തന്നെയാണ്. എന്നാൽ ഇന്ന് പെന്തക്കോസ്തിലെ ശുശ്രൂഷകന്മാരെന്ന് അഭിപ്രായപ്പെടുന്നവരും അഭിമാനിക്കുന്നവരും പൗരോഹിത്യ വസ്ത്രങ്ങൾ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തിൽ അതിൻ്റെ പുറകെ പോകുന്ന വസ്ത്രധാരണ രീതിക്കൊക്കെ മാറ്റം വരുത്തുന്ന ഒരു കാലഘട്ടത്തിൽ നാം എന്നെത്തിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താങ്കൾക്ക് എപ്പോഴെങ്കിലും ഹൃദയവേദനയോ പശ്ചാത്താപമോ അങ്ങനെയുള്ള എന്തെങ്കിലും വികാരങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? വളരെ പ്രസക്തമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു നമ്മുടെ അനിൽക്കോട്ടം സാർ പറഞ്ഞ പോലെ നമ്മളതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഒരു കാര്യത്തെ അത് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റുകൾ എത്ര വർദ്ധിച്ചാലും ആ ഒറിജിനലുമായിട്ട് നോക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നെ ചിന്താക്കുഴപ്പത്തിനൊന്നും ആവശ്യമില്ല. എന്നെ വൈദിക സെമിനാരിയിൽ പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, വളരെ പണ്ഡിതനായിട്ട് അറിയപ്പെട്ട അടുത്ത കാലത്ത് മരിച്ചുപോയ ഒരു ബിഷപ്പ് എൻ്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹം മനസ്സോടുകൂടിയോ മനസ്സില്ലാതെയോ എനിക്കറിയില്ല, തൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു സത്യം എഴുതിയിട്ടുണ്ട്. ആ സത്യം എൻ്റെ കൈവശം ഇരിപ്പുണ്ട്. അതിങ്ങനെയാണ്:
ഈ സഭകളുടെ ഐക്യം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള എല്ലാ സഭകളും കൂടെ കൂടി ഒന്നിച്ച് കൂട്ടിച്ചേർക്കുന്നതല്ല സഭകളുടെ ഐക്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം താഴെ എഴുതിയിരിക്കുന്നത്, സഭകൾ വിഭജിക്കപ്പെട്ടു പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന അൺഡിവൈഡഡ് ചർച്ച്, അതായത് അവിഭക്ത സഭ, ആ സഭയിലേക്ക്, അതിൻ്റെ വിശ്വാസത്തിലേക്ക് എല്ലാവരും മടങ്ങി ചെല്ലുന്നതാണ് സഭയുടെ ഐക്യത എന്ന് അദ്ദേഹം എഴുതിയത് ഞാനൊരു മുതൽക്കൂട്ട് പോലെ എൻ്റെ ലൈബ്രറിയിൽ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ സഭാവിഭാഗങ്ങളെല്ലാം കൂടെ കൂടി ചേർന്ന് പാട്ട് പാടുന്നതോ കൂട്ടുന്നതോ ഒന്നുമല്ല സഭകളുടെ ഐക്യം എന്ന് പറയുന്നത്. സഭകൾ സുന്നഹദോസുകൾ കൂടിയിട്ട് അത് നിമിത്തം പല ഘടകങ്ങളായിട്ട് പിരിഞ്ഞു പോകുന്നതിന് മുൻപുണ്ടായിരുന്ന ഉപദേശത്തിലും ജീവിതശൈലിയിലുമൊക്കെ പുത്തനായിരുന്ന അന്നത്തെ ആദിമസഭ, ആ ആദിമസഭയുടെ വിശ്വാസത്തിലേക്കും അതിൻ്റെ അവസ്ഥയിലേക്കും മടങ്ങി വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അത് നമ്മൾ ഇപ്പോഴും പിടിച്ചുകൊണ്ടാൽ നല്ലതാണ്. ഈ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, ഫാരൻഹീറ്റ്, സെൻറ്റിഗ്രേഡ് എന്നൊക്കെ പറയുന്ന ഈ അളവുകളുണ്ടല്ലോ, ആ അളവുകളൊക്കെ ഈ കാലാവസ്ഥയുടെ ചൂടിൻ്റെ വ്യത്യാസം അനുസരിച്ചൊക്കെ ആ സ്കെയിലുകളൊക്കെ മാറിപ്പോകും. എന്നാൽ അടിസ്ഥാനപരമായിട്ട് പാരീസിലും അതുപോലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഈ സ്കെയിലുകൾക്ക് മാറ്റം വരാത്ത രീതിയിലുള്ള അടിസ്ഥാനപരമായ സ്കെയിലുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ ഏത് സ്കെയിലിന് വ്യത്യാസം വന്നാലും, ഫാരൻഹീറ്റ് സെൻറ്റിഗ്രേഡിനൊക്കെ മാറ്റം വന്നാലും ഈ അടിസ്ഥാനം സൂക്ഷിച്ചിട്ടുള്ള അവിടെ ചെന്ന് നോക്കിയാൽ അതുമായിട്ട് കമ്പയർ ചെയ്താലുണ്ടല്ലോ ഒരു കുഴപ്പമില്ല. ഇതുപോലെ ആരുടെ സഭയാണ് ശരി, ആര് പറയുന്നത് ശരി എന്നൊന്നും നമ്മൾ തത്രപ്പെടേണ്ട കാര്യമില്ല. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം, അത് നമ്മുടെ പക്കലുള്ളിടത്തോളം കാലം അയാൾ എന്ത് പറയുന്നു, ഈ പ്രവാചകൻ എന്ത് തോന്നുന്നു, ഇതൊന്നും കണ്ട് ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ സഭയിൽ പുരോഹിതനെന്നും ഐമേനി എന്നും പറഞ്ഞ് രണ്ട് സെക്ഷൻ ഇല്ല. അതൊക്കെ നമ്മളുണ്ടാക്കിയതാണ്. കർത്താവിനെ അംഗീകരിച്ച എല്ലാ വിശുദ്ധന്മാരും കൂടെ ഒരുമിച്ച് ചേർന്നതാണ് പുരോഹിത വർഗം. അത് ചിലർക്ക് മാത്രമുള്ളതല്ല. ലേവൻ അല്ല ഐമേനി എന്നുള്ള വാക്ക് ശരിയാണ്, എന്നാൽ അൽമായക്കാരൻ എന്നുള്ള വാക്ക് തെറ്റാണ്. സഭയിലെ എല്ലാ വിശ്വാസികളും ഐമേനികളാണ്, വിശ്വാസികളാണ്. അൽമായക്കാരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലൗകികൻ എന്നാണ്. ചിലർ അതിൻ്റെ വിവരമൊന്നും മനസ്സിലാക്കാതെ ഞാൻ അൽമായ സെക്രട്ടറി ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനൊരു ലൗകികനാണെന്ന് അയാൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. സഭയ്ക്കകത്ത് അങ്ങനെ ലൗകികന്മാരില്ല, നമ്മൾ തന്നെ ആയിത്തീരുന്നതാണ്. കർത്താവിൻ്റെ ശരീരത്തിൽ ആ രക്തം നമ്മിൽ കൂടെ ഒഴുകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം വിശ്വാസികളാണ്. മറ്റൊരു കാര്യം, നമ്മൾ പുരോഹിത വർഗമാണ്. പ്രത്യേകം ലേവിഗോത്രം പോലെ പുതിയ നിയമസഭയിൽ ഒരു ഗോത്രമില്ല. ഞാൻ ഈ പെന്തിക്കോസ്ത് കോളത്തിൽ വന്നതിന് ശേഷം ഇതിനേക്കാൾ കുറച്ചുകൂടെ നീളമൊക്കെ ഉള്ള ഉടുപ്പൊക്കെ ഞാൻ ഇട്ടിരുന്നു. ആരും പറഞ്ഞിട്ടോ പേടിപ്പിച്ചിട്ടോ ഒന്നും അല്ല ഞാനത് ഊരിക്കളഞ്ഞത്. ഇതാ ശരിയെന്ന്, ഇതാ മതിയെന്ന് എനിക്ക് തോന്നിയിട്ട് അങ്ങനെ ഞാനിത് അങ്ങനെ സ്വീകരിച്ചെന്നേ ഉള്ളതേ ഉള്ളൂ. എന്നാൽ ചില ആളുകൾ വേഷത്തിലും ഭാഷയിലും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ആ പട്ടത്വ സഭകളുടെ എപ്പിസ്കോപ്പൽ സമ്പ്രദായങ്ങൾ ഇങ്ങനെ സ്വീകരിക്കാൻ കിടന്ന് ബന്ധപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് മുമ്പേ പറഞ്ഞ പോലെ ഒരു കുറ്റബോധമോ സങ്കടമോ അല്ല തോന്നിയിരിക്കുന്നത്. ഇവരെ കാണുമ്പോൾ സഹതാപമാണ് തോന്നി. എൻ്റെ ദൈവമേ, ഇവർ ഇത്രമാത്രം അധപ്പതിച്ചല്ലോ, ഇവരാ വിളിക്കപ്പെട്ട വിളിക്ക് അനുസരണമായിട്ട് നിൽക്കാൻ കഴിവില്ലാതെ ആ ലോകത്തിൻ്റെ സമ്പ്രദായങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോകുന്നല്ലോ എന്ന് അവരെ കാണുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ സഹതാപമാണ് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം അല്ല, എൻ്റെ ബോധ്യം, ദൈവത്തിൻ്റെ സഭ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് പിടിക്കണം. അതിൽ ഒന്നാമത്തേത് അടിസ്ഥാന ഉപദേശങ്ങളാണ്. അടിസ്ഥാന ഉപദേശങ്ങളിൽ വിശ്വസിക്കുന്നവർക്കുള്ള സ്നാനം, വിശ്വാസത്തിന് ശേഷമുള്ള സ്നാനം ആണ് അതിനകത്ത് ഒന്ന്. രണ്ട്, വിശ്വാസികൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന കർത്തൃമേശ, ലോർഡ് സപ്പർ, ഈ രണ്ട് കാര്യങ്ങളാണ്. ബാക്കിയുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റുകളും പിന്നെ വന്നു കയറിയതുമൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതോടുകൂടി പറയാനുണ്ടെങ്കിലും ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ദുരുപദേശങ്ങൾ പല വിധത്തിലുണ്ട്, പല പശ്ചാത്തലങ്ങളിലുണ്ട്. ഈ ഒരു കാലത്ത് കർത്താവിനെ പാടി പുകഴ്ത്തിയ ഒരു
നല്ല സുവിശേഷകനായിരുന്നു, പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെട്ട അദ്ദേഹം ഒരു ശുശ്രൂഷകൻ, നല്ല മിനിസ്ട്രി ചെയ്ത ഒരാളാണെന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം ഒടുവിൽ ഒരു ഉപദേശത്തിൽ ചെന്ന് ചാടി പിതാവായ ദൈവത്തിൻ്റെ അവതാരമാണ്. തീർന്നല്ലോ. പിതാവായ ദൈവത്തിൻ്റെ അവതാരം ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതോടുകൂടി തെറ്റി. അതുപോലെ തന്നെ യുസ്തൂസ് യോസഫ് എന്ന് പറയുന്ന ആൾ നല്ല പാട്ടെഴുതി വളരെ ദൈവകൃപ ആസ്വദിച്ച ഒരു വ്യക്തിയാണ്. അത് ഉപദേശത്തിൽ തെറ്റി പരിശുദ്ധാത്മാവ് മനുഷ്യനായിട്ട് ജനിച്ചതാണ് താൻ എന്ന് താൻ ഇപ്പോൾ പഠിപ്പിച്ച അതിൽ 10 പേരിങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാന ഉപദേശങ്ങളിൽ തെറ്റരുത്. പ്രവാചകൻ എന്നുള്ളതിന് എന്തെങ്കിലും വരുമ്പലം പറയുന്നവനാണ് പ്രവാചകനെന്ന് ഒരു ഒതുക്കത്തിൽ ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞു നിർത്തട്ടെ. ഒന്ന്, വരുമ്പലം പറയുന്നവൻ മാത്രമല്ല പ്രവാചകൻ, ഫോർടെല്ലിങ് മാത്രമല്ല, ഫോർത്ത് ടെല്ലിങ്. പ്രവാചകന്മാരുടെ ഒരു ശൈലി ഇതാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പം ദൈവത്തിൻ്റെ ശബ്ദത്തെ ഏറ്റുവാങ്ങിയിട്ട് അതിനെ റിലേ ചെയ്യുന്നവനാണ് യഥാർത്ഥ പ്രവാചകൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ബോധ്യം. അച്ഛന് വളരെ നന്ദി. വളരെ വിശാലമായി ആ ചോദ്യത്തോട് പ്രതികരിച്ചതിനും ഉത്തരം തന്നതിനും പ്രത്യേകാല നന്ദി അറിയിക്കുന്നു. നമ്മുടെ സമയം തീരുവാൻ പോകുന്നതുകൊണ്ട് ചില ചോദ്യങ്ങളെ ക്ലബ് ചെയ്ത് ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അനിൽ കൊടിത്തോട്ടം സാറിനോടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ നാം കടന്നു പോകുന്ന പ്രത്യേകമായ ഭൗതിക സാഹചര്യം, ഈ വൈറസിൻ്റെ അതിപ്രസരം COVID-19 മൂലം ലോകം മുഴുവൻ ഒരു തരത്തിൽ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു കാലം. നമ്മുടെ പള്ളികളും ആരാധനാലയങ്ങളും ഒക്കെ അടച്ചിട്ടിട്ട് മാസങ്ങളാകുന്നു. കൺവെൻഷനുകളും പരസ്യയോഗങ്ങളും ഒക്കെ ഇല്ലാതെയായിട്ട് കുറേ നാളുകളായി. ഇപ്പോൾ ഓൺലൈനിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ശുശ്രൂഷകളൊക്കെ മാത്രമേ നടക്കുന്നുള്ളൂ. കാര്യമായി ഇത് സഭയുടെ ഭാവികാല പ്രവർത്തനങ്ങൾക്കും ശുശ്രൂഷകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആപത്ത് സൂചന നൽകുന്നുണ്ടോ? സഭകൾ, ശുശ്രൂഷകന്മാർ നാം കൂടുതൽ ജാഗ്രതപ്പെടണം എന്ന ഒരു സന്ദേശം ഈ COVID-19 തരുന്നുണ്ട്. അതിനെ പ്രവചനാത്മകമായി വീക്ഷിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കാണാൻ നമ്മൾ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത്, അങ്ങനെയും ശ്രമിക്കാം, നല്ലത് നോഹയുടെ ജലപ്രളയം കഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തെ മൊത്തം ബാധിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം കോവിഡാണ്. ഫസ്റ്റും സെക്കൻഡും വേൾഡ് വാർ പോലും സത്യത്തിൽ ഒരു യൂണിവേഴ്സലായ സംഭവം ആയിരുന്നില്ല. പക്ഷെ കോവിഡ് അങ്ങനല്ല, ഏതൊരു മേഖലയിലും ഏവരെയും ബാധിക്കത്തക്ക വിധം ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നു. എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ലോക്ക് ഡൗൺ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സ്ഥിതിയിൽ സഭകളുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇത് കർത്താവ് ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആ പാഠം എന്തെന്നാൽ, ഭൂമിയിലൊരു സ്ഥലത്തോടോ ഒരു നിറത്തോടോ ഒരു പ്രത്യേക മുദ്രാവാക്യത്തോടോ ഒരു കെട്ടിടത്തോടോ ഒന്നും മമതയില്ലാത്ത ഒന്നാണ് ക്രിസ്തുവിൻ്റെ സഭ. അതായത് നമുക്ക് ഹാളുകളാണുള്ളത്. അപ്പോൾ യഥാർത്ഥ വിശ്വാസിക്ക് ഹാളുമല്ല പ്രധാനം എന്നുള്ളൊരു സന്ദേശം തരികയാണ്. അതിൽ ഞാനീ പറഞ്ഞത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം ഇനി മുതൽ ഹാള് വേണ്ട, ആരാധന വേണ്ട എന്നർത്ഥമില്ല. മനുഷ്യനുള്ളിടത്തോളം മനുഷ്യൻ്റെ ഭൗതികമായ ഗാദറിങ്ങുകളെ സന്ധിക്കാൻ സാംസ്കാരിക അനുരൂപണങ്ങൾ ഉണ്ടാകണം, അതിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തണം. പക്ഷേ സത്യത്തിൽ ഇന്ന് കുർബാനകൾ നിശ്ചലമായിരിക്കുന്നു, അൾത്താരകൾ പൂട്ടിക്കിടക്കുന്നു, മെക്കയും മദീനയും ഒക്കെ പൂട്ടിക്കിടക്കുന്നു, ഗുരുവായൂർ പൂട്ടിക്കിടക്കുന്നു, നമ്മുടെ സഭാഹാളുകളും പൂട്ടിക്കിടക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം അറിയേണ്ടത്, കർത്താവിൻ്റെ സഭ പൂട്ടിക്കിടക്കില്ല, ഒരിക്കലും കിടക്കില്ല. അതൊരിക്കലും അതിന് വിശ്രമമില്ല. അത് നിരന്തരം ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന ചലനാത്മകമായ ഒന്നാണ്. ഇതിലൂടെ ഓരോ വിശ്വാസിക്കും സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വർദ്ധിച്ചു വരാൻ പാകത്തിനുള്ള ഒരു സന്ദേശം ദൈവപരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ ശുശ്രൂഷകന്മാർ ഈ ടൈംലി ടെക്നോളജി ഉപയോഗിക്കണം എന്നുകൂടി ഒരു സന്ദേശം അതിനകത്തുണ്ട്. സാധ്യമായ സാങ്കേതിക വശങ്ങളെ ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വചനം ജനങ്ങളിൽ എത്തിക്കാൻ ഈ സമയം ഉപയോഗിക്കണം. മിക്കവാറും ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ഒരു കൊല്ലം മുമ്പ് ഒരു ഓൺലൈൻ വർഷിപ്പ് ആരംഭിച്ചു. സത്യത്തിൽ ആരാധന ഒന്ന് ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിലൊരു സന്ദേശം പ്രധാനമായിട്ടും പറയുന്നു. അപ്പോൾ എന്നെ എല്ലാവരും പരിഹസിച്ചു. ഇതെന്താണ്, ഓൺലൈനിൽ സ്വോത്രകാഴ്ച എടുക്കാൻ പോവാണോ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നു. കോവിഡിന് മുമ്പാണെന്ന് നോക്കണം.
പക്ഷെ ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ചർച്ച് നമ്മുടേതാണ്. അപ്പോൾ അതിൽ ഇപ്പോഴും ആൾ ചോദിക്കുന്നുള്ളൂ, നാളെ ജനം സഭായോഗത്തിന് പോകാതിരിക്കാൻ ഇതൊരു കാരണമാവില്ല, ഇതും കൈപ്പിടിച്ചുകൊണ്ട് അവൻ. അങ്ങനല്ല കാണേണ്ടത്. ക്രിസ്തുവൽക്കരിക്കപ്പെട്ടവൻ, ക്രിസ്തു ബോധമുള്ളിൽ വന്നവൻ തീർച്ചയായിട്ടും പ്രാദേശിക സഭയുടെ ഗാദറിങ്ങിൽ ചെല്ലണം. കാരണം എന്താ? രക്ഷിക്കപ്പെട്ടവൻ കൂടുന്ന പ്രാദേശിക സഭയാണ് ഏറ്റവും വലുത്. അതാണ് പ്രധാനം. പ്രാദേശിക സഭയുടെ ഗാദറിങ് പ്രധാനമാണ്. അതിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഇങ്ങനെ അതിജീവിക്കാൻ ഒരു സാഹചര്യം തരുമ്പോഴേ, കോവിഡിൻ്റെ ദുരന്തം അങ്ങോട്ട് മാറിയാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് ചർച്ചിൽ റെഗുലറായി അറ്റൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ആത്മീയ മെക്കാനിസം ജീവിതത്തിൽ വളർത്തിയെടുക്കുമെന്നുള്ള ചിന്ത ഏതൊരു ദൈവത്തിലും ഉണ്ടാകണം. കാരണം ഇവിടെ നിന്നാണ്, അത് കേവലം ആരാധന മാത്രമല്ല അവിടെ നടക്കുന്നത്, എൻ്റെ ആത്മീക ശിക്ഷണത്തിൻ്റെ കൂടി സ്ഥലമാണ്. അതിൻ്റെ കാരണം പറഞ്ഞാൽ, ഞാനിവിടെ വരുമ്പോൾ മനസ്സിലാക്കുന്നത്, ബഹുമാനപ്പെട്ട കാനവച്ചൻ അവറുകളും ആൻഡ്രൂസ് പാസ്റ്ററും ഒക്കെ കൂടുന്ന ഒരു ചർച്ചുണ്ട്. ഈ ചർച്ചിനെ അച്ഛൻ പേടിക്കുന്നുണ്ട്, ആൻഡ്രൂസ് പാസ്റ്റർ പേടിക്കുന്നുണ്ട്. കാരണം ഇവരെ കൂടി ചോദ്യം ചെയ്യാൻ പാകത്തിനുള്ളൊരു സിസ്റ്റം ഇവിടെ ദൈവത്താൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛനൊരു വലിയ മനുഷ്യനാണ്, നമുക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഒരു സ്ട്രീമിലേക്ക് അനുഭവം കൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അച്ഛനും വിധേയപ്പെടുന്നൊരു സ്ഥലമാണ് ഇവിടെ വന്നിട്ട് ഈ ചർച്ചിലെ അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറായ ഒരു പാസ്റ്ററിൻ്റെ മുമ്പിൽ. അതാണ് നമ്മൾ പഠിക്കുന്ന പ്രോട്ടോക്കോൾ, അതാണ് നിയമം. അതെനിക്ക് കിട്ടുന്നില്ലെങ്കിൽ, ആ ശിക്ഷണം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിജയിക്കില്ല. എന്നെ ചോദ്യം ചെയ്യാൻ എൻ്റെ മീതെ ഒരു ലോക്കൽ സഭയുണ്ട്. എൻ്റെ മീതെയാണത്, ഞാനതിൻ്റെ മീതെയല്ല. എൻ്റെ പാസ്റ്റർ, എൻ്റെ ലോക്കൽ സഭ, എൻ്റെ സഭയിലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, ഇതാണ് എൻ്റെ പ്രധാനം. അത് ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റിയൊരു സമയമാണ്. ചർച്ചിൻ്റെ പ്രാധാന്യം എന്തെന്ന് ഇപ്പോൾ അതിൻ്റെ ആ വിരക ദുഃഖം അറിയുന്നുണ്ട്. ചർച്ചില്ല എന്നുള്ള പ്രശ്നം വിശ്വാസിയെ മാത്രമല്ല, പാസ്റ്റർമാരെ മാത്രമല്ല, വിശ്വാസിയെയും ബാധിക്കുന്നുണ്ട്. അവർക്കറിയാം അതിൻ്റെ പ്രയാസം എന്തെന്ന്. സത്യത്തിൽ അടഞ്ഞു കിടക്കുന്ന ഹാളുകൾ നമ്മെ പഠിപ്പിക്കുന്ന സന്ദേശം ഇതില്ലെങ്കിലും പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാനാവാത്ത ദൈവസഭ സർവൈവ് ചെയ്യും. പക്ഷേ എൻ്റെ ആത്മീക വൽക്കരണത്തിന്, എൻ്റെ ആത്മീക ശക്തിക്ക് ഇത്തരം ഗാദറിങ് ആവശ്യം തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ കുറവുണ്ടെങ്കിൽ അത് പൂരിപ്പിക്കാൻ കോവിഡ് അനന്തരകാലം പ്രയോജനപ്പെടുത്തണം. യൂണിവേഴ്സൽ ചർച്ച് എന്ന് നാം വിശേഷിപ്പിക്കുന്ന രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, അത് വ്യത്യസ്ത ഇടങ്ങളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത കൾച്ചറിനകത്ത് നിലനിൽക്കുന്ന ഒരു അദൃശ്യമായ സഭയാണല്ലോ. എന്നാൽ അതാത് ഇടങ്ങളിൽ നിലനിൽക്കുന്ന ദൈവസഭയെ എന്നുള്ള പദം തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ, ആ പ്രത്യേക പ്രദേശത്തിൻ്റെ സോഷ്യോ ഇക്കോണമിക് കൾച്ചർ അവരെ സ്വാധീനിക്കാറില്ലേ? സഭയ്ക്ക് മാത്രമായി അങ്ങനെ എടുത്തു പറയത്തക്ക എന്തെങ്കിലും ഒരു കൾച്ചറുണ്ടോ? അതോ ആ സഭ നിലനിൽക്കുന്ന ദേശത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ആ കൾച്ചർ അവരെ ഒരു പരിധി വരെ സ്വാധീനിക്കാറില്ലേ? കേരളത്തിലെ സഭയെയും അത് സ്വാധീനിച്ചിട്ടില്ലേ? ഇനി ഇതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, നാം അഡ്രസ്സ് ചെയ്ത പല ഇഷ്യൂസിനെയും കൂടെ ഒരുമിച്ച് ചേർത്തുള്ള ഒരു മറുപടി നമ്മുടെ മുമ്പിൽ സമയവുമില്ല. സുവ്യക്തവും സുദൃഢവും ഏകീകൃതവുമായ ഒരു ഉപദേശ സംഹിതയും അടിത്തറയും ഈ പെന്തക്കോസ്ത് സഭകൾക്ക് ആവശ്യമല്ലേ? അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത തുടങ്ങേണ്ടതല്ലേ? അല്ലെങ്കിൽ തുടങ്ങുവാനുള്ള കാലം അതിക്രമിച്ചിട്ടില്ലേ? അത് ചെയ്യേണ്ടതല്ലയോ? ഇതിനൊരു മറുപടി പ്രതീക്ഷിക്കുക. അതായത് പാരമ്പര്യങ്ങളുണ്ട്, പാരമ്പര്യ മൂല്യങ്ങളുണ്ട്. അവ രണ്ടും രണ്ടാണ്. സംസ്കാരമുണ്ട്. സംസ്കാരമെന്ന് പറഞ്ഞാൽ അതിന് റിജിഡായിട്ടുള്ള ഒരു ഭാവമില്ല, അത് കാലാനുസൃതമായി വളരേണ്ട ഒന്നാണ്. ഒരു കാര്യമുള്ളത്, പേര് പറയുന്നതിൽ ക്ഷമിക്കണം, എനിക്ക് മറുപടി തരുന്ന, ഞാൻ മറുപടി കൊടുക്കുന്ന ഒരു മാന്യദേഹമുണ്ട്, ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ മതവീക്ഷണങ്ങളെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി ബൈബിളിനെയും ക്രിസ്ത്യാനിത്വത്തെയും ഇതര മതങ്ങളെയൊക്കെ ആക്ഷേപിച്ചിടപെടുന്ന ആളാണ്. ഇതിൻ്റെ വീക്ഷണത്തിൽ ബൈബിൾ എന്ന് പറയുന്നത് മരുഭൂമിയിലെ ജനങ്ങൾക്ക് വേണ്ടി എഴുതിയ ഒരു കഥപുസ്തകം, ഇങ്ങനെയാണ് പറയുന്നത്. അതിന് മറുപടി നമ്മളേതായ നിലയിൽ കൊടുക്കാറുണ്ട്. അപ്പം ഞാനൊരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് പേരിനൊപ്പം വെക്കുന്നത് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്നാണ്. ഒരു പ്രാചീന ഭാരതമാണെങ്കിൽ ഇങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല. അങ്ങ് ധരിച്ചിരിക്കുന്നത് വിക്ടോറിയൻ കാലത്തെ വസ്ത്രമാണ്, പാൻറ്റും ഷർട്ടുമൊക്കെ. മുണ്ടും ഷർട്ടും പോലും വിക്ടോറിയൻ കാലത്തെയാണ്. അപ്പോൾ തനി ഭാരതീയമായ ഒന്ന്, രാജാക്കന്മാർ പോലും മേൽവസ്ത്രം ധരിക്കാത്തൊരു രാജ്യമായിരുന്നു നമ്മുടെ കേരളം. അതായിരുന്നു ശരി, രാജാക്കന്മാർക്ക് പോലും. ഇനി രസകരമായ ഒരു കാര്യം, ഈ മേൽവസ്ത്രത്തെക്കാൾ വലിയൊരു വസ്ത്രം തലപ്പാവായിട്ട് ധരിക്കുമായിരുന്നു, അതിലേറെ തുണി. നഗ്നത തലയിലാണോ എന്ന് സംശയിക്കുന്ന ഒരു നിലയിലായിരുന്നു അന്ന് കാര്യങ്ങൾ. ക്ഷമിക്കണം പറയാൻ പാടില്ലാത്തത്, എങ്കിലും പൊതുജനം അറിയേണ്ടത്. രഹ്ന ഫാത്തിമ എന്ന പേരിലൊരു സ്ത്രീ
നഗ്നയായി കിടന്നിട്ട് അവരുടെ ശരീരത്തിൽ മക്കളെ കൊണ്ട് ചിത്രം വരച്ച് അത് യൂട്യൂബിലിട്ട് വലിയ വിവാദമായിട്ടുള്ളൊരു കാലമാണ്. അതിൻ്റെ ചർച്ച ഇന്നലെ നടക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്, പണ്ട് മാറു മറയ്ക്കാൻ പാടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ കൺമുമ്പിൽ. മാറു മറയ്ക്കാനേ പാടില്ല, അന്നൊന്നും ഇത്തരം ചർച്ച വന്നില്ല. അതിനെക്കുറിച്ച് പിന്നെ ഒരു ചർച്ച വന്നില്ല. ഇതിനെല്ലാം മാറ്റുന്ന ഒരു സംസ്കാരം നമ്മുടെ നാടിനെ പഠിപ്പിച്ചത് സുവിശേഷം തന്നെയാണ്. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ബോധ്യമാണ്. അതിന് മാറ്റം ഉണ്ടാകത്തില്ല. അത് പ്രോഗ്രസീവാണ്. അങ്ങനെ കാണണം. നമ്മൾ ചെല്ലുന്ന കാലദേശങ്ങൾക്കനുസൃതമായി അവിടെ ഒരു നല്ല കാഴ്ച കണ്ടാൽ അഡോപ്റ്റ് ചെയ്യാൻ മടിക്കണ്ട. നല്ലൊരു കൾച്ചർ മറ്റൊരാളിൽ കണ്ടാൽ സ്വീകരിക്കാൻ എന്തിനാണ് മടിക്കുന്നത്? നല്ലൊരു സംസ്കാരം. പക്ഷേ ആ സ്വീകരിക്കുന്ന സംസ്കാരം ഉപദേശമാക്കുന്നത് തെറ്റ് തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പാസ്റ്റർ പോള് രാമൻകുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, തൃശ്ശൂർ സ്വദേശിയായിരുന്നു. അദ്ദേഹം ലങ്കയിൽ ചെല്ലുകയാണ്. ലങ്കയിൽ ചെന്നപ്പോൾ അദ്ദേഹം ഒരു നല്ല സംസ്കാരം അവിടെ കണ്ടു. ആ സംസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ, ബുദ്ധിസ്റ്റുകളെ കണ്ടു. ബുദ്ധിസ്റ്റ് സന്യാസിമാരേറെ അവിടെ ഉണ്ട്. ഈ ബുദ്ധിസ്റ്റ് സന്യാസികളുടെ രൂപം നിങ്ങൾ ശ്രദ്ധിച്ചോണം. തല മൂഢനം ചെയ്തിരിക്കുകയാണ്, തല മൊട്ടയടിച്ചിരിക്കുന്നു. അവർ കാവി കളറുള്ള ഒരു വലിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു പൊതുവസ്ത്രം അത്. അറബികൾ ധരിക്കുന്നു ആ രീതിക്ക് തത്തുല്യമായൊരു വസ്ത്രം പാസ്റ്റർ പോൾ ധരിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്വാസികളെല്ലാം ഈ ക്ലീൻ ഷേവും ചെയ്തു. പാസ്റ്റർ പോൾ താടിയുള്ള ആളായിരുന്നു, മീശയുള്ള ആളായിരുന്നു. താടിയല്ല, മീശ മാത്രമുള്ള ആളായിരുന്നു. ഈ വസ്ത്രധാരണം അടുത്ത ഘട്ടത്തിൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ കാവി മാറി വെള്ളയായി. അതിനെ ഉപദേശമാക്കിയത് എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ക്ലീൻ ഷേവും ഈ വലിയ ഉടുപ്പും അത് കാണുന്നത് ബുദ്ധിസ്റ്റ് സംസ്കാരത്തിൽ നിന്നാണ്. പക്ഷേ അതിനൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബുദ്ധിസം ആയതുകൊണ്ട് പാപമായിരിക്കുന്നില്ല. കാരണം നല്ലതല്ലേ ശരീരം മുഴുവൻ മറഞ്ഞു കിടക്കുന്ന ഒരു വസ്ത്രം. അതായിരുന്നു പഠിപ്പിച്ചതെങ്കിൽ തെറ്റില്ല. അതിനെ ഡോക്ടറിനാക്കാൻ പാടില്ല. ഡോക്ടർ എന്ന് പറയുമ്പോൾ അത് സ്റ്റെബിലിറ്റി ഉള്ളതാണ്, അത് റെക്കോർഡറാണ്, അത് ശ്ലൈഹികമാണ്, അത് കാതോലികമാണ്. എല്ലായിടത്തും ചെല്ലാൻ പാകത്തിലുള്ളതായിരിക്കണം ഡോക്ടറിൻ. ഡോക്ടറിനെ വേറെ കാണണം. കാലാനുസൃതമായ സംസ്കാരങ്ങളെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളണം. അത് ചർച്ച് ഓഫ് ഗോഡിനും അസംബ്ലീസ് കോഡിനും കഴിയുന്നുണ്ട്. കാരണം ചർച്ച് ഓഫ് ഗോഡും അസംബ്ലീസ് കോഡും ആഗോള വ്യാപകമാണ്. അവർക്കല്ലാതെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ചർച്ച് ഓഫ് ഗോഡ് സ്വീകരിച്ചു. നമ്മൾ മറ്റുള്ള സഭകളും അത്തരം സ്വാതന്ത്ര്യങ്ങളെ അംഗീകരിക്കുകയാണ് വേണ്ടത്. പക്ഷേ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നോ എന്നതിൻ്റെ മാനദണ്ഡം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു സ്കെയിലിൻ്റെ ബേസിക്കായ ഒരെണ്ണം മറ്റൊരിടത്തുണ്ട്, ഗവൺമെൻറ് അപ്രൂവൽ ആയത്. എന്നതുപോലെ നമ്മുടെ അടിസ്ഥാനം തിരുവെഴുത്താണ്. ആ തിരുവെഴുത്തിലൂടെ ശോധന ചെയ്യണം. അതാണ് വേണ്ടത്. താങ്ക് യു വെരി മച്ച്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം സുവ്യക്തവും സുദൃഢവുമായ ഒരു ഏകീകൃതമായ പഠിപ്പിക്കലുകൾ, ഒരു ഉപദേശ സംഹിത പെന്തക്കോസ്ത് സഭകൾക്ക് ആവശ്യമാണ് എന്നതിൻ്റെ മറുപടിയിൽ ഒരു ധ്വനിയുണ്ട്. അതിലേക്കുള്ള ചിന്തകൾ വരും കാലങ്ങളിൽ തുടരും. ആരെങ്കിലുമൊക്കെ അതിന് നേതൃത്വം കൊടുക്കുമെന്ന് ഞാൻ ക്രിസ്തുവിൽ പ്രത്യാശിക്കുകയാണ്. എൻ്റെ അവസാനത്തെ ചോദ്യം, പല ചോദ്യങ്ങളും കട്ട് ചെയ്തിട്ട് അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഒരുപാട് ഭൗതിക നന്മകളെക്കുറിച്ചും മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയെക്കുറിച്ചും ഒക്കെയുള്ള കൺവെൻഷൻ പ്രസംഗങ്ങൾ കേൾക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം, എനിക്കിപ്പോൾ 56-ാമത്തെ വയസ്സിലാണ് ഞാൻ നടക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കേട്ട കൺവെൻഷൻ പ്രസംഗങ്ങളിൽ ബഹുഭൂരിപക്ഷം പ്രസംഗങ്ങളിലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള വ്യക്തമായ മെസ്സേജുകൾ, പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ദൂതുകൾ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ കേട്ടിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇന്നത്തെ നമ്മുടെ പ്രസംഗങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള ആ ജനത്തിന് പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന മെസ്സേജുകൾ കേൾക്കുന്നില്ല. അതിലേക്കൊരു മടങ്ങിപ്പോക്ക് മനഃപൂർവ്വമായി ദൈവസഭ നടത്തേണ്ടതല്ലയോ? നേതൃത്വം അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതല്ലയോ? ശുശ്രൂഷകന്മാർ അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതല്ലയോ? ദയവായി ചുരുങ്ങിയ വാക്കുകളിലെ ഉത്തരം, നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് കാനമച്ചൻ പറഞ്ഞിട്ട്. വളരെ വിശാലമായ ഒരു രംഗത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചുറ്റും പ്രസരിക്കുന്ന ഈ കൊറോണ കോവിഡ് അതിൻ്റെ പ്രസംഗ വിഷയമല്ല, എങ്കിലും അതിന് മറ്റ് ചരിത്രത്തിൽ ഇതിനു മുൻപുണ്ടായിട്ടുള്ള കഷ്ടകാലങ്ങൾ, പെർസിക്യൂഷൻസ്, ഫാമിൻ തുടങ്ങിയിട്ടുള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇതുമായിട്ടുള്ള ഒരു വ്യത്യാസം ഞാൻ കാണുന്നത്, അതൊക്കെ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു കോണിൽ കുറേ ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് അത് തീർന്നു. എന്നാൽ ഇതിപ്പോൾ ലോകത്തിൽ മനുഷ്യനെന്ന് പറയുന്ന ഒരു ജീവി എവിടെയെല്ലാം ഉണ്ടോ അവനെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട്, അതിന് ഭൂഖണ്ഡങ്ങൾക്ക് വ്യത്യാസമില്ല, UK എന്നില്ല, US എന്നില്ല, അറബി രാജ്യങ്ങളെന്നില്ല, മനുഷ്യരെവിടെയെല്ലാം ഉണ്ടോ അവർക്ക് മുഴുവൻ ഒരു ക്വസ്റ്റ്യനായിട്ട്
ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ ചില ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളാരും കേട്ടിട്ടില്ല, ഞാൻ ദൈവത്തോട് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, പ്രയോജനമില്ലാത്ത കഷ്ടങ്ങളൊന്നും എനിക്ക് അനുവദിക്കരുതെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കഷ്ടങ്ങളെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ മൂഢനാണ്. കാരണം ഈ മാർഗം ക്രൂശിൽ ആരംഭിച്ചതാണ്. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ പൈതൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കണം. അവൻ ആത്മീയ വർധന, എഡിഫിക്കേഷൻ ഉണ്ടാക്കുന്നതായിരിക്കണം, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായിരിക്കണം, അൾട്ടിമേറ്റ്ലി ദൈവത്തിന് മഹത്വം ഉണ്ടാക്കുന്നതായിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കൊറോണ ഇങ്ങനെ എത്ര നാൾ തുടരുമെന്നും അതേക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നും എനിക്കറിയില്ല. ഈ ഇസ്രായേൽ മക്കൾക്കുണ്ടായിട്ടുള്ള കഷ്ടതകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ പഠിക്കുമ്പോൾ ബാബിലോൺ ക്യാപ്റ്റിവിറ്റി എന്ന് പറയുന്ന അവരുടെ നട്ടലൊടിക്കുന്ന ഒരു സംഭവമായിരുന്നു. എങ്കിൽ പോലും ആ കഷ്ടത എല്ലാവർക്കും പ്രയോജനപ്പെട്ടില്ല. ബാബിലോൺ നദികളുടെ തീരത്ത് അഭയാർത്ഥി ക്യാമ്പിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ദൂഷിക്കുകയും നിൻ്റെ മക്കളെ പിടിച്ച് പാറയിൽ അടിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്ന, കൃപയ്ക്ക് അന്യമായ വാക്കുകൾ പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഞാൻ നിരാശനായിട്ട് പറയുകയല്ല, ഈ കൊറോണയുടെ ഈ അതിപ്രസരത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. എല്ലാവരും മാനസാന്തരപ്പെടുന്നില്ല, എല്ലാവർക്കും കുറ്റബോധം ഉണ്ടാകുന്നില്ല, എല്ലാവരും സത്യത്തിലേക്ക് വരുന്നുമില്ല. അത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വരാനായിരിക്കുമോ ഇതെന്ന് ഞാൻ ചിന്തിക്കുന്നു. നീതിമാൻ അധികം നീതി ചെയ്യട്ടെ, അനീതി ഉള്ളവൻ അനീതി ചെയ്യട്ടെ. കണ്ടോ, 2 സെക്ഷനാണ്. അപ്പോൾ എന്തെല്ലാം സംഭവിച്ചാലും അനീതി മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ ദൈവത്തിന് പോലും ശരിയാക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് തന്നെ ചെയ്യട്ടെ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനപ്പുറത്ത് എല്ലാവരും അനീതി ചെയ്യുന്നവരായിട്ട് പോകുന്നില്ല. നീതിമാൻ പിന്നെയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ കൂടുതൽ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അതുകൊണ്ടൊരു ഒരു പുസ്തകത്തിൻ്റെ അവസാന ചാപ്റ്ററിലേക്ക് വരുന്നത് പോലെ ഈ പ്രപഞ്ചം അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരാൻ പോവുകയാണ് എന്നുള്ളത് ഇന്നത്തെ ഈ അനുഭവം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ആ സമയത്ത് നമ്മൾ കൂടുതൽ ശുദ്ധീകരണം പ്രാപിച്ച് ആ ഉപദേശത്തിലും ആത്മീയ ജീവിത ശൈലിയിലും, ലൈഫ് ആൻഡ് ഫെയ്ത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും, ജീവനും ഭക്തിക്കും രണ്ട് വിഷയങ്ങളാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉപദേശത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ജീവിത മാതൃക നമ്മൾ കൈപ്പറ്റുകയും ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കൊറോണയെ നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല. ഒരു ദൈവത്തിൽ ഒരിക്കലും ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതേ ചോദ്യത്തിൻ്റെ തന്നെ ചുരുങ്ങിയ മറുപടി ഒരു കൺക്ലൂഡിങ് മെസ്സേജായിട്ട് സാറിൽ നിന്ന് പ്രതീക്ഷിക്കുക. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട കർത്തൃദാസൻ്റെ വളരെ കൃത്യതയാർന്ന ചോദ്യങ്ങൾ, അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം പെന്തക്കോസ്തിൻ്റെ പുതുതലമുറക്കാരനല്ല, തൻ്റെ പൂർവികരടക്കം പിതാവടക്കം ഈ മേഖലയിൽ വളരെ തഴക്കം വന്ന ഒരു പരിചയം കൂടി ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് പാസ്റ്ററുടെ ചോദ്യങ്ങൾക്ക് പിന്നിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഉത്തരങ്ങൾ എത്ര കണ്ട് അതിനോട് പൊരുത്തപ്പെട്ടു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ കേട്ട അച്ഛൻ പറഞ്ഞതും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുമായ കാര്യങ്ങൾ ഇത് ചർച്ച ചെയ്തും വിശകലനം ചെയ്തും നമുക്ക് വേണ്ട നിലപാടുകൾ ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ്. ലാസ്റ്റ് വന്ന ചോദ്യങ്ങളാണ്. ബാല്യകാലങ്ങളിൽ നമ്മൾ കേട്ടത് കർത്താവ് വേഗം വരുന്നു എന്ന സന്ദേശത്തിനാണ്. കർത്തദാസൻ ഓർപ്പിച്ചതിന് ഞാൻ അല്പം കൂടെ ഒരു അടുക്കും ക്രമീകരണത്തോടും കൂടി പറഞ്ഞാൽ, ആദ്യ ദിവസ പ്രഭാഷകർ നമ്മളോട് പ്രസംഗിച്ചത് സുവിശേഷമായിരുന്നു. യേശുക്രിസ്തു കൂടിയുള്ള രക്ഷ, ക്രൂശിനെ ഉയർത്തുന്ന പ്രസംഗങ്ങൾ 1-2 ദിവസങ്ങളിൽ വരുന്നു. മിക്കവാറും അന്നത്തെ പ്രസംഗകർ ഒരു ദിവസം 2 പേരുടെ പ്രസംഗമാണ് ഉണ്ടാവുക. അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു പണ്ട്. ഇപ്പോൾ അത് മാറി, ആ രീതി മാറി. കാരണം അന്ന് 10 പേരൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും. അതൊക്കെ കൊണ്ടാണ് 2 പേര് പ്രസംഗിക്കുന്ന കൺവെൻഷനുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഉപദേശങ്ങൾ സ്ഥാപിക്കുക, സ്നാനം ഉൾപ്പെടെയുള്ള ഉപദേശങ്ങൾ സ്ഥാപിക്കുന്ന ഖണ്ഡന സ്വഭാവമുള്ള ഒന്നിലേക്ക് അച്ഛനൊക്കെ അങ്ങനെയാണ് സംസാരിക്കാൻ വരുന്നത്. 3-ാം ദിവസത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഉണർവും ചൈതന്യമൊക്കെ ഉൾക്കൊള്ളുന്ന അല്പം കൂടി മറ്റൊരു ഗ്രേഡിലേക്ക്, അതൊരു വിശ്വാസികളെയാണ് അന്ന് എയിം ചെയ്യുന്നത്. അവിടെ മുതൽ 4-ാമതൊക്കെ വരുമ്പോഴേക്കും എസ്കറ്റോളജി അങ്ങനെ വരും. ഇതിന് വലിയ വ്യത്യാസം ഇല്ലായിരുന്നു അടുത്ത കാലം വരെ. ഇന്നത് മുഴുവൻ മാറിയിട്ട് മനഃപൂർവ്വം മാറ്റിക്കൊണ്ട് ഭൗതിക സുഖങ്ങൾ എങ്ങനെ ആർജിക്കാം, അത് ക്രൂശിലെ കള്ളൻ ചോദിക്കുന്ന ചോദ്യമാണ്. അച്ഛൻ ഓർപ്പിച്ചു അത്. ഈ ക്രൂശിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം,
എനിക്കും രക്ഷപ്പെടണം, നിനക്കും രക്ഷപ്പെടണം. ചുരുക്കത്തിൽ അവൻ്റെ ചോദ്യം പ്രോസ്പിരിറ്റി തിയോളജി അവനാണ് തുടങ്ങി വെക്കുന്നത്. സത്യത്തിൽ അവൻ പറയുന്നത് എന്താണ്? നിന്നെ തന്നെ രക്ഷിക്കണം, ഞങ്ങളെയും രക്ഷിക്കണം. അവനാണ് തുടക്കം. ആ കള്ളനിൽ നിന്നാണ് പ്രോസ്പിരിറ്റിയുടെ തുടക്കം. അപ്പോൾ അതവൻ പറയാണ്, നീ ദൈവോത്തരനാണെങ്കിൽ, നിന്നിൽ ഈ കൃപയൊക്കെ ഉണ്ടെങ്കിൽ നീയും രക്ഷപ്പെടണം, ഞാനും രക്ഷപ്പെടണം. അടുത്തവൻ പറയുന്നതാണ് സുവിശേഷം, എനിക്ക് ആത്മരക്ഷ വേണം, നിൻ്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണം. അപ്പോൾ തന്നെ ഞാൻ സാറ് ചോദിച്ച ചോദ്യത്തിന് കൃത്യ ഉത്തരവായി കഴിഞ്ഞു. ക്രൂശിലെ ഒരു കള്ളന് വേണ്ടത് ആത്മരക്ഷയാണ്. നിൻ്റെ രാജ്യത്തിൽ, അത് സഹനമാണ്. ഞാൻ ഈ ക്രൂശിൽ കിടന്നോളാം, ഞാൻ തെറ്റിന് അർഹനാണ്. ഒരു തെറ്റും ചെയ്യാത്ത അങ്ങ് ക്രൂശിൽ ത്യാഗം സഹിക്കുമ്പോൾ നിൻ്റെ രാജ്യം ശരിയായിരുന്നു, അതുകൊണ്ടായി സഹിക്കുന്നത്. രക്ഷപ്പെടാനുള്ള പൊഴുതുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് പീലാത്തോസിൻ്റെ മുമ്പിൽ ഒരു എക്സ്ക്യൂസ് പറഞ്ഞാൽ ഇത് ചെറിയ ചാട്ടവാറടിയെ തീരേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ. പെറ്റിയെടുത്ത് വിടേണ്ട ഒരു കേസാണ് നിൻ്റെ മുമ്പിൽ വന്നത്. പക്ഷെ ക്രിമിനലിനെ പോലെ നീ പിടഞ്ഞു മരിക്കുമ്പോൾ മനസ്സിലാകുന്നു നീയാണ് ശരി, ക്രിസ്തുവാണ് ശരി. അതാ കള്ളൻ സമ്മതിക്കുക. അപ്പുറത്തെ കള്ളന് വേണ്ടത് ഭൗതിക സുഖമാണ്. എനിക്കിനിയും പഴയതുപോലാകണം, പഴയ മനുഷ്യനായിട്ട് തീർന്നുകൊണ്ട് മോഷ്ടിക്കണം, അല്ലെങ്കിൽ എന്തോ അവൻ്റെ ആക്ടിവിറ്റി അത് നടത്തണം. ഇന്നും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീമുകൾ നമ്മുടെ മധ്യത്തിൽ കിടക്കുമ്പോൾ പെന്തക്കോസ്ത് സഭകൾ എന്നും ശീലിച്ചത് ഇവിടെ ത്യാഗമുണ്ട്, കഷ്ടതയുണ്ട് എന്ന് തിരിച്ചറിയാനാണ്. അച്ഛനത് പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവർ അവനെ അനുഗമിക്കും. കുഞ്ഞാട് ഇവിടെല്ലാം പോയി ഗെത്സമന മുതൽ കുഞ്ഞാട് പീഡിപ്പിക്കപ്പെടുകയാണ്. പീഡയുടെ, കഷ്ടതയുടെ ആ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ജയമാണ് ക്രിസ്ത്യാനിറ്റി മുമ്പോട്ട് വെക്കുന്നത്. അത് പഠിപ്പിക്കാതെ പോയതാണ്. എണ്ണം പെരുകി, പക്ഷേ ക്വാളിറ്റി കുറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ക്വാളിറ്റിയുള്ള ആരോഗ്യകരമായ ഒരു ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഉടച്ചു വാർക്കപ്പെടുന്ന സ്ഥിതിവിശേഷമാണ്. തീർച്ചയായിട്ടും പുതുതലമുറയ്ക്ക് ആ മാറ്റം കാണുന്നുണ്ട്. അതിൻ്റെ തെളിവാണ്, എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു, രാത്രി 12-നും 1 മണിക്കുമൊക്കെ വിളിച്ച് ബൈബിൾ സംശയങ്ങൾ ചോദിക്കുന്ന ചെറുപ്പക്കാർ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കകത്തു നിന്ന്. അത് ശുഭകരമായ ഒരു നല്ല നാളെയുടെ ഉദയമായിട്ട് കാണുന്നു. അതുകൊണ്ട് നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. പാതാളഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത കർത്താവിൻ്റെ സഭ വളരും. നമുക്ക് തിരിച്ചും ഇതുപോലെ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള അത്തരം പ്രസംഗങ്ങളിൽ, അത്തരം ചിന്തകളിൽ ജാഗരൂകരായിട്ട് സഭയെ വളർത്തേണ്ടതുണ്ട്. അതാണ് വേണ്ടത്. കർത്താവ് നമ്മളെ അതിനുവേണ്ടി സജ്ജരാക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കടന്നു വന്ന് ചോദ്യങ്ങളോട് വളരെ ആഴമായും സുദൃഢമായും ശക്തമായും പ്രതികരിച്ച കർത്താവിൽ പ്രസിദ്ധമായ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അകമഴിഞ്ഞ നന്ദി നിങ്ങൾക്ക് രണ്ടാൾക്കും, ബഹുമാനപ്പെട്ട കാനമച്ചനും അനിൽ കൊടിത്തോട്ടസ്ഥാനും നൽകുന്നു. ധാരാളമായി ഇതൊരു ആരംഭത്തിൽ നമ്മൾ ഓർപ്പിച്ചതുപോലെ ആശയങ്ങളുടെ തുറന്നിട്ട വാതായനമായി തന്നെ ഇത് നിലനിൽക്കട്ടെ. ഇനിയും ഈ വാതിലൂടെ ആശയ സംവാദനം നടത്തുവാനായി അനേകർ മുൻവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം നടത്തുവാനായി ഹാള് തുറന്നു വന്ന ഇവിടെയുള്ള ദൈവസഭയോടും ദൈവസഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ടി.എസ്. മാത്യുവിനോടും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന അഗപ്പെ ഗോസ്പൽ സെൻറ്റർ എന്ന് പറയുന്ന ട്രസ്റ്റിനോടുമുള്ള അകമഴിഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ രാജ്യത്തെ പ്രസംഗിക്കുന്ന ഒരു പുതുതലമുറ എഴുന്നേറ്റ് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ബഹുമാന്യരെ, കേരള പെന്തക്കോസ്ത് ചരിത്രം വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ് പിറവി കൊള്ളുന്നത്. വളരെ പ്രതിസന്ധികളെ തരണം ചെയ്താണ് അതിവിടെ വരെ വന്നത്. പെന്തക്കോസ്ത് ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച പല പിതാക്കന്മാരും ഇന്ന് മൺമറഞ്ഞു പോയി. എന്നാൽ അവരെ കണ്ടവർ, അവരോട് സഹകരിച്ചവർ, അവരുടെ 2, 3, 4 തലമുറകളിലേക്ക് ഇന്ന് ചരിത്രം എത്തി നിൽക്കുക. നമ്മളുടെ കൂടെ ആദരണീയനായ ഒരു കർത്തദാസൻ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ ഒരു സീനിയർ ശുശ്രൂഷകനായി ഏതാണ്ട് 6 പതിറ്റാണ്ടോളം കർത്താവിനെ സേവിച്ച ആദരണീയ കർത്തദാസൻ പാസ്റ്റർ E.A. വർഗീസ് അവറുകൾ. അദ്ദേഹം ഡിസ്ട്രിക്ട് പാസ്റ്ററായി, അതുപോലെ സഭകൾ സ്ഥാപിക്കുന്ന മിഷനറിയായി, ഡിസ്ട്രിക്ട് പാസ്റ്റർ എന്ന ഔദ്യോഗിക സേവനത്തിന് ശേഷം വീണ്ടും പ്രാദേശിക സഭയുടെ ഉത്തരവാദിത്തങ്ങളിലൊക്കെ വളരെ നാൾ പ്രവർത്തിച്ച് 93 വയസ്സുകൾ പിന്നിടുന്ന ആദരണീയനായ ഒരു ദിവസനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കിടുകയാണ്. നമുക്ക് ആദ്യമായിട്ട് അദ്ദേഹത്തോട് ചോദിക്കാം, പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് പെന്തക്കോസ്ത് ഇന്നേറെ വളർന്നിരിക്കുന്നു, ഒട്ടേറെ വളർന്നിരിക്കുന്നു. 2 അക്ക സംഖ്യയിൽ നിന്ന് 1000ങ്ങളുടെ 10,000ങ്ങളുടെ കണക്കിലേക്ക് സഭകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു.
ഡിനോമിനേഷൻസ് വർദ്ധിച്ചിരിക്കുന്നു. അതിൽ ഗുണമുണ്ട്, ദോഷമുണ്ട്. ഇതിനെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആദ്യകാലത്ത് പെന്തക്കോസ്തിനേക്കാൾ ഇന്ന് എണ്ണത്തിൽ മാത്രമല്ല, പെന്തക്കോസ്ത് സമൂഹം സാമ്പത്തികമായും വളരെയേറെ ഉന്നതമായ നിലയിലെത്തിയിട്ടുണ്ട്. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും എല്ലാം ഉന്നത നിലയിലെത്തിയിട്ടുണ്ട്. അത് പെന്തക്കോസ്ത് സമൂഹത്തിന് പൊതുജനമധ്യത്തിൽ ഒരു മാന്യതയായിട്ട് തീർന്നിട്ടുണ്ട്, സംശയമില്ല. ഞങ്ങളൊക്കെ പെന്തക്കോസ്തിൽ വന്ന കാലത്ത് വഴിയെ നടന്നു പോയാൽ പിള്ളേർ കൂവുന്ന കാലമായിരുന്നു. അതിലൊക്കെ മാറ്റം വന്നു. നമ്മളെ പെന്തക്കോസ്തുകാരെ സമൂഹം അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അംഗീകരിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം ഇതാണ്: നമ്മുടെ സാമ്പത്തികമായ ഉയർച്ച, വിദ്യാഭ്യാസപരമായ ഉയർച്ച, ഇതൊക്കെയാണ്. അത് നല്ല കാര്യമായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഓരോ ആരാധനയും ഓരോ ഞായറാഴ്ചത്തെ സഭായോഗവും കഴിയുമ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ തല്ലി മെഴുകിയ ചാണകം കൊണ്ട് മെഴുകിയ തറയിലിരുന്ന് പുൽപ്പായലിരുന്ന് ആരാധിക്കുന്ന ആരാധന ഓർത്തു പോകും. കാരണം അന്നൊരു ആത്മീയ സന്തോഷമുണ്ട്. പിരിയണമെന്ന് നിർബന്ധമില്ല. സമയം കൃത്യം വെച്ചിട്ടില്ല. സഭായം തീരുമ്പം മിക്കവാറും 2 മണി 2:30 മണിയൊക്കെ ആകും. പക്ഷെ ആർക്കും ഒരു മുഷിച്ചിലുമില്ല. എല്ലാവരും സാക്ഷ്യം പറയും. പ്രബോധനം പറയാൻ കൃപ ലഭിച്ചവരത് ചെയ്യും. ഇതിൽ പരിശുദ്ധാത്മാവ് നിറവിൽ വെളിപ്പാടും നൂതുമൊക്കെ സംസാരിക്കും. പിന്നെ എല്ലാ ആത്മീയ ശുശ്രൂഷ കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഓരോ ആരാധനയാണ്. ഒരാരാധന കഴിയുമ്പോൾ അടുത്ത ഞായറാഴ്ച എന്നാ ഇനി വരുന്നത്, ഒരാഴ്ചയ്ക്ക് താമസമുണ്ടല്ലോ ഇനി ആരാധിക്കാനെന്നുള്ള ചിന്തയാണ്. ഇന്നത് മാറി. ഇന്ന് ക്ലിപ്തമായ സമയം വെച്ചു. എല്ലാത്തിനും ഒരു ക്ലിപ്തത വന്നു. ആത്മീയ ശുശ്രൂഷയ്ക്ക് വിലയില്ല. വെളിപ്പാട്, പ്രവചനം മുതലായവ സഭയിൽ കേൾക്കാനില്ല. ആകെ കൂടി പെന്തക്കോസ്ത് പേരായിട്ട് മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചിലത് വ്യത്യാസമുണ്ടെങ്കിലും വളരെ അധപ്പതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരാജയമുണ്ട്. 2 നിലയിലും നമുക്ക് വിലയിരുത്താം. ഒന്ന്, വിജയം തന്നെ. നമ്മുടെ ഉയർച്ച സമൂഹ മധ്യത്തിൽ നമുക്കൊരു വിജയമാണ്. എന്നാൽ നമ്മുടെ ആത്മീയമായ അധപതനം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക്, നിത്യതയ്ക്ക് ഉള്ള ഒരുക്കത്തിന് എല്ലാം തടസ്സമായിട്ടാണ് ഇരിക്കുന്നത്. പെന്തക്കോസ്ത് സമൂഹത്തിൽ നടക്കുന്ന ബിസിനസ് പരമായ കാര്യങ്ങളും മറ്റും ഒക്കെ കേൾക്കുമ്പോൾ വളരെ ദുഃഖം തോന്നാറുണ്ട്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സമൂഹത്തിൽ സിനിമ പിടിക്കാൻ തന്നെ മത്സരം നടക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ വാർത്ത കേട്ടു. ഞാനിവിടെ വീട്ടിൽ കണ്ണും കാണാതിരിക്കുന്നതുകൊണ്ട് ആരെങ്കിലും വന്ന് പറയുന്നേ അറിയാവുള്ളൂ. അതൊക്കെ കേട്ടപ്പോൾ സിനിമ പാട്ട് പാടുകയില്ലാത്ത ഒരു കാലമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അങ്ങനെ നമ്മൾ വിലയിരുത്തിയാൽ നന്മയും തിന്മയുമുണ്ട്. അത് വിലയിരുത്തി സമൂഹം, പ്രത്യേകിച്ച് നേതൃത്വ സ്ഥാനങ്ങൾ ആത്മീയമായി ജനത്തെ ഉണർത്തിക്കൊണ്ടുവരേണ്ടത് ഈ കാലത്തൊരു ആവശ്യമാണ് എന്ന് കരുതുന്നയാളാണ് ഞാൻ. നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു മറുപടിയാണ് വന്നത്. അതിൻ്റെ കാരണം, പലപ്പോഴും പഴയ അനുഭവമുള്ള ആളുകൾ ഒട്ടും പുതുമയെ അംഗീകരിക്കുന്നവരല്ല. പുതുതെല്ലാം മോശമാണെന്നൊരു നിലയിലാണ് സംസാരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട അപ്പച്ചൻ പഴമയുടെ ആ നല്ല കരുത്തുറ്റ അനുഭവങ്ങളെയും പുതുതിൻ്റെ ഗുണങ്ങളെയും ഒരുപോലെ കണ്ടിട്ട് വിമർശനാത്മകമായവയെ തുറന്നു കാട്ടുന്നു. തീർച്ചയായിട്ടും നമുക്ക് തിരുത്താൻ ചിലതുണ്ടെന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, തൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷാപരമായി ഇവിടെ വരെ വന്നു. അതിൽ അനുഭവസമ്പന്നമായ ചില കാര്യങ്ങളുണ്ട്, അനുഭവങ്ങൾ. ആ അനുഭവങ്ങളുടെ ചില വിശദീകരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം. ശുശ്രൂഷ കൂട്ടുശുശ്രൂഷന്മാരെ ബഹുമാനിക്കുകയും കൂട്ടുശുശ്രൂഷന്മാരെ ആദരിച്ച് ശുശ്രൂഷ പങ്കിടുകയും ചെയ്യുന്നത് നല്ലതാണ്. ജനത്തിന് ആത്മീയവർദ്ധന വരുത്തും. പക്ഷേ ഇന്നതില്ല. ഇന്ന് ഒരാൾക്കൊരു അധികാരം കിട്ടിയാൽ ആ അധികാരത്തിന് കീഴിൽ എല്ലാവരും ഒതുങ്ങിയിരുന്നോണം എന്നുള്ള ചിന്താഗതിയായിട്ടുണ്ട്. അത് ഒരു എപ്പിസ്കോപ്പൽ മനസ്ഥിതി നേതൃത്വത്തിലേക്ക് കടക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കടക്കുക മാത്രമല്ല, ചിലയിടത്തെല്ലാം അത് പ്രവർത്തനത്തിലും ആകുന്നുണ്ട്. അത് പരാജയമാണ്.
നമ്മുടെ സഹകരണം എപ്പോഴും, മാത്രമല്ല വിശ്വാസികളെ തൊട്ട് താഴ്ന്നവരെ ആത്മീയമായി വളർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ടാകണം. ഞാൻ ഓർക്കുന്നു, കർത്താവിൻ്റെ ദാസൻ IPCയുടെ സ്ഥാപക നേതാക്കൾ പ്രധാനിയായ ഉണ്ണൂണ്ട് സാറ് ഒരിക്കൽ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരു1000 ശുശ്രൂഷകന്മാർ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. 1000 ശുശ്രൂഷകന്മാർ. അന്ന് IPCക്ക് എല്ലാം കൂടെ 10-50 സഭയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നതിൽ ഒരാൾ ചോദിച്ചു, അപ്പോൾ ഈ 1000 പേർക്ക് എവിടുന്നാണ് നമ്മൾ സഭ കൊടുക്കുന്നത്? ഉടനെ പറഞ്ഞ 1000 പേർക്ക് സഭ കൊടുക്കാനല്ല, അവരെ അയച്ച് വേല ചെയ്ത് 1000 സഭകളുണ്ടാകാനാണെന്ന്. ആ ദർശനം ഇന്ന് പോയി. ഇന്ന് ശുശ്രൂഷകൻ എന്നെക്കാൾ കവിഞ്ഞൊരു ശുശ്രൂഷകൻ വരരുത് എന്ന നിലയിൽ വന്നിരിക്കുകയാണ്. അത് മാറി ഭാരതം സുശേഷീകരിച്ച് അവസാനിക്കുന്നവരെ എന്നാൽ കഴിയുന്നത് ചെയ്യുമെന്നുള്ള ചിന്തയോടെ എല്ലാവരും പോയാൽ നമ്മുടെ ഭാവിക്ക് നല്ലതാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതൽ ഓർമ്മകളാണ് ഉള്ളത്. അത് പെന്തക്കോസ്തിൻ്റെ ആരംഭകാലത്ത് ഏത് വിടുതലും അത്ഭുതകരമായി തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇന്നങ്ങനെയല്ല. ഇന്ന് എൻ്റെ കഴിവുകൊണ്ട് അല്ലെ യാദൃശ്ചികമായി സംഭവിച്ചു എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്താഗതിയായിപ്പോയി. ഇനി ഒരനുഭവം പറഞ്ഞാൽ, ഇന്ന് കഞ്ഞിക്കുഴി ഫിലദൽഫിയ സഭ ആരംഭിക്കുന്നത് മുട്ടപ്പുറത്ത് ഒരു വാടക വീട്ടിലാണ്. അവിടെ ആ സഭയിൽ ആളില്ല. കർത്താവിൻ്റെ ദാസൻ PM ഫിലിപ്പ് അവിടെ വന്ന് താമസിച്ച് പ്രവർത്തനം ആരംഭിച്ചേ ഉള്ളൂ. പിന്നെ ആഴ്ചയിൽ 2-3 ദിവസം പ്രോഗ്രാം നടക്കുമ്പോഴൊക്കെ ഞങ്ങളിവിടെ നിന്ന് തലപ്പാടിയിൽ നിന്ന് അതുപോലെ അടുത്ത സഭകളിൽ നിന്നൊക്കെയും ആളുകൾ വന്ന് ഇവിടെ കൂടുന്നത്. അവിടെ അടുത്ത ബാറ്റ മദാമ എന്ന് പറയുന്ന ഒരു മദാമ താമസമുണ്ട് വാടക വീട്ടിൽ. ബാറ്റ കമ്പനിയുടെ ആയിരുന്നു ബാറ്റ മദാമ എന്നാണ് പറയുന്നത്. അവർക്ക് നമ്മുടെ പാട്ടും കൊട്ടുമെല്ലാം ശല്യമായി തീർന്നു. ഒരു കേസ് കൊടുത്തു. കേസ് കോടതി വിധിച്ചു, 9 മണി വരെ നിങ്ങൾ ആരാധിച്ചോണം, ശബ്ദം കുറച്ച്, 9-ന് ശേഷം നടത്താൻ പാടില്ല. അന്ന് 10 വരെ പോകാൻ അന്നത്തെ രാത്രിയൊക്കെ. അങ്ങനെ 9 വരെ ലിമിറ്റായി. പിന്നെ കോടതി പോയാൽ അവർക്കൊരു സാധ്യതയില്ലല്ലോ. അതിനവർ കൂടകളെ കൊണ്ട് വാടക കെട്ടിടത്തിന് കല്ലേറ് നടത്തി. ആദ്യത്തെ ദിവസം 2 പൊട്ടി. അവർ പരാതി വന്ന് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ മാറിത്തരണം, അല്ലെ എൻ്റെ കെട്ടിടമെല്ലാം നിങ്ങൾ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, മുഴുവനോടും പൊട്ടിച്ചാൽ മുഴുവനും ഞങ്ങൾ മാറിത്തരും, നിങ്ങൾക്കൊരു നഷ്ടവും വരുത്തിയില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. പിറ്റേ രാത്രി ഏറ് നടത്താൻ വേണ്ടി പകലെ കുറച്ച് കല്ലെല്ലാം കൂടെ പെറുക്കി കൂട്ടിയിട്ട് ഉണ്ടക്കല്ല് കൂട്ടിയിട്ട് രാത്രി യോഗത്തിന് വന്നവർ 8 പാട്ട് കളഞ്ഞി. 1-2 ഏറ് വന്നു, പിന്നെ ഏറില്ല. എന്താ കാര്യമെന്നറിയാമല്ല, നമ്മൾ പ്രാർത്ഥിച്ച് മീറ്റിംഗ് നടത്തി പിരിഞ്ഞു. പിറ്റേ ദിവസം അറിഞ്ഞു, ഈ പകൽ കൂട്ടിയിട്ടിരുന്ന കല്ലിനകത്തൊരു പാമ്പ് കയറി കിടന്നു. എറിയാൻ ചെന്ന ആളിനെ ഈ പാമ്പ് കയറി കടിച്ചു. ആദ്യത്തെ 1-2 ഏറ് കഴിഞ്ഞപ്പോഴാണ് കടിയുടെ വേദന ഉണ്ടായത്. അവർ ഏറ് നിർത്തിപ്പോയി. വിഷകാരുടെ അങ്ങ് കൊണ്ടുവന്ന്, അന്നത്തെ വിഷകാരിമാർ നാടൻ ചികിത്സക്കാരല്ലേ, അതിലൊരാൾ പറഞ്ഞു ഇത് ദൈവകോപമാണ്, അതിന് പരിഹാരം വരുത്തിയാൽ ഇത് കുറയുള്ളൂ വിഷകാരി പറഞ്ഞു. അതനുസരിച്ച് പിറ്റേ ദിവസം ആൾ വിട്ട് സഭയെ ക്ഷമ ചോദിച്ച് എറിഞ്ഞു പൊട്ടിച്ച് ഓടുന്ന നഷ്ടവും തന്ന് ആ പ്രശ്നം അങ്ങനെ തീർന്നു. പിന്നെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ എവിടെയൊക്കെയോ നടന്നിരിക്കുന്നു. അതുപോലെ ഞങ്ങൾ ആരംഭകാലത്ത് വേമ്പലിലൂടെ സഞ്ചരിച്ച് പരസ്യയോഗം, കൺവെൻഷൻ പോയാൽ പിള്ളേരുടെ പ്രസംഗം എടുത്തു പറയുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ശുശ്രൂഷ. ഭാഗത്താനത്ത് പെട്ടിയിലെ
ഒരു പെങ്കൊച്ചിനെ PMB സാറ് സ്നാനപ്പെടുത്തി അക്കാമെന്ന പേര് വീട്ടിൽ. അതായത് ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിയാമായിരിക്കും, PM സാമിൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയെ സ്നാനപ്പെടുത്തി. അദ്ദേഹത്തിന് അവരുടെ ഭർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ല. PM കടാരിയായിട്ട് കുത്താനായിട്ട് വഴിക്കൊരു എഴുമ്പുള്ളിയും കാടിന് മറഞ്ഞു നിന്നു. ഞങ്ങൾ പരിശോധന കഴിഞ്ഞ് വരുമ്പോൾ ഇദ്ദേഹം ചാടി കടാരിയായിട്ട് ഇങ്ങനെ കടാരി പൊക്കി. കൂടെ നിന്ന് ഞങ്ങളെല്ലാം വീട്ടിൽ കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ പറഞ്ഞു. പക്ഷേ ഈ കൈ പിടിച്ചോണ്ട് ഇയാളങ്ങ് കരയാൻ തുടങ്ങി. അയ്യോ എൻ്റെ കയ്യേന്ന് വിടുമെന്നും പറഞ്ഞു. കാര്യം മനസ്സിലാക്കിയ കർത്താവിൻ്റെ ദാസൻ PMB ആ കയ്യെ പിടിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കയ്യുടെ വേദന പോയി. കൈ താത്തിട്ടു. അദ്ദേഹം എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞങ്ങ് പോയതല്ല. പിന്നെ അദ്ദേഹം കൃപയിലൊന്നും വന്നിട്ട് സ്നാനപ്പെട്ടുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വിടുതൽ അവിടെയും കണ്ടു. അങ്ങനെ പലതും ആ കാലത്തിൽ നടന്നിട്ടുണ്ട്. നമ്മളിതിനും പ്രതീക്ഷിച്ച ഉജ്ജ്വലമായ മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് കേട്ടത്. ഞാനിവിടെ സന്ദർഭവശാൽ അനുസ്മരിക്കുന്ന ഒരു കാര്യം, കോട്ടയത്തുള്ള ദൈവമക്കൾ ഉണ്ണിച്ചായനെന്ന് വിളിക്കുന്ന നമ്മുടെ പാസ്റ്റർ KN ജോസഫ് അവറുകൾ പ്രിയപ്പെട്ട കർത്തൃദാസൻ പറഞ്ഞ ഇതേ കാര്യം പല സ്റ്റേജുകളിൽ പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ബാറ്റ കമ്പനിയുടെ അവിടെ അതിൻ്റെ ഉടമസ്ഥതയിലൊക്കെ പ്രവർത്തിച്ച ഒരു മദാമയെക്കുറിച്ച്, അവർ സുവിശേഷത്തിന് എങ്ങനെ എതിരെ നിന്നു എന്നതിനെക്കുറിച്ച്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് ആവേശകരമായ അനുഭവമാണ്. അത് നമുക്ക് ഉൾക്കൊരു കൂടി കാണാൻ സാധിച്ചു. കാരണം അന്നത്തെ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് കേവലം ജൽപ്പനങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല, വളരെ അനുഭവസമ്പന്നമായിരുന്നു എന്നുള്ളതാണ്. പുതുതായി നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഇപ്പോൾ ഞാൻ വട്ടമണ്ണിലെ കാര്യം തന്നെ പറയാം. ഞാൻ പുല്ലൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ചാർജിലായിരിക്കുമ്പോൾ വട്ടമണ്ണിൽ 1-2 വിശ്വാസികൾ ഒറ്റയ്ക്ക് നിൽക്കുന്നറിഞ്ഞു. അവരെ ചെന്നുകൊണ്ട് അവരുടെ വീട്ടിൽ ആരാധന ആരംഭിച്ചു. അവർ സഭയായി തീർന്നു. ഇപ്പോഴും അത് നല്ല സഭയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആര്യങ്കാവിൽ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വർക്ക് ചെയ്ത് സഭ ഉണ്ടായതാണ്. അങ്ങനെയൊക്കെ പുതിയ സഭകൾ ധാരാളം സ്ഥാപിച്ചിട്ടുണ്ട്. പുല്ലൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ 9 സഭകൾ സ്ഥാപിച്ചിട്ടാണ് പോകുന്നത്. 9 ഇപ്പം നല്ല സഭയാണ്. ഇപ്പോഴത്തെ ആത്മീയ ലോകത്തോട് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്? ഞങ്ങളോട്, പുതിയ തലമുറയോട് എങ്ങനെയാകണമെന്നതിനെ കുറിച്ചുള്ള ഒരു പ്രബോധനം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങി വരിക, അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മടങ്ങി വരുമ്പോൾ ആത്മീയമൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. വചനമാണ് നമ്മുടെ പ്രധാന വിഷയം. വചനം വിട്ടിട്ട് നമ്മുടെ സ്വന്തം താല്പര്യം അനുസരിച്ച് ജീവിക്കുകയും അതിനെ ആത്മീയീകരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പരാജയം വരുന്നതും തോൽവി വരുന്നു. അതുകൊണ്ട് വചനം എന്തു പറയുന്നു അത് ഞാൻ അനുസരിക്കും എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് വചനത്തിലേക്ക് ജനത്തെ നടത്തുകയാണ് ഇന്നത്തെ നേതൃസ്ഥാനം ചെയ്യേണ്ടത്. മാതൃകയായിട്ട് ജീവിക്കുകയില്ല. ഏത് സ്ഥലത്ത് മാതൃക കാണാത്തതാണ് ജനങ്ങൾ കൂടുതലും പോകുന്നത്. നേതൃസ്ഥാനം വചനത്തിനനുസരിച്ച് ജനങ്ങളെ നടത്താൻ മാതൃകയോടെ മടങ്ങി വരണം. അതാണ് ഇന്നത്തെ ആവശ്യമായിട്ടിരിക്കുന്നത്. നമ്മൾ പ്രിയ പിതാവിൽ നിന്ന് കേട്ട നല്ല വാക്കുകൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രിയപ്പെട്ട കർത്തൃദാസൻ ഒരു സഞ്ചരിക്കുന്ന വിജ്ഞാനകോശമാണ്. അത് കേവലം അറിവിൻ്റെ മാത്രമല്ല. നമ്മൾ ആ വഴിക്കൊന്നും അദ്ദേഹത്തോട് ചോദിക്കാനുള്ള അവസരം ഉണ്ടായില്ല. അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ സന്ദർശിക്കുകയും ആ അറിവുകൾ വരും തലമുറയ്ക്ക് വേണ്ടി പകർത്തി വെക്കുകയും ചെയ്യണം. നമുക്ക് ബുക്കുകൾ കിട്ടും, തെരുവിൽ ബുക്സ്റ്റാളുകളിലൊക്കെ കിട്ടും. ആ അറിവുകൾ മൃദമായ അവസ്ഥയിൽ അവിടെ സൂക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഇവർ സഞ്ചരിക്കുന്ന അറിവുകളാണ്, അനുഭവമാണ് അവരുടെ അറിവ്. വളരെ അവർക്ക് പഠിക്കാനുണ്ട്, അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. തിരുവെടുത്ത് പറയുകയാണ്, നിങ്ങളെ നടത്തിയവരെ ഓർക്കുക. അനവധി ആളുകളുടെ തലയിൽ കരം വെച്ച് പ്രാർത്ഥിച്ച, അനേകരെ സ്നാനമേൽപ്പിച്ച, അനർക്ക് ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിച്ച, അനർക്ക് രോഗശാന്തി നൽകാൻ ദൈവം ഉപയോഗിച്ച ഒരു വലിയ മനുഷ്യൻ. 93 വയസ്സ് അദ്ദേഹത്തിന് പ്രായമുണ്ട്. പക്ഷേ ഓർമ്മയ്ക്കൊരു കുറവുമില്ല, ഊർജ്ജസ്വലതയ്ക്ക് ഒരു കുറവുമില്ല. രോഗം തളർത്തിയ, കാലം ക്ഷയിപ്പിച്ച ഒരു ദുർബല ശരീരം കൊണ്ട് ശക്തനായ യേശുവിനെ അതികരുത്തോടെ ഇന്നും സംസാരിക്കാൻ തനിക്ക് ആർജവമുണ്ട്.
അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സൊരുക്കമുള്ള ഒരാത്മാവ്, ബലഹീനമായ ഒരു ജഡം. ഒരിക്കൽ നമുക്കുമുണ്ടാകും ബലഹീനമായ ഒരു ജഡം. അന്ന് ഈ കർത്തൃദാസൻ്റെ കരുത്ത്, അദ്ദേഹത്തിൽ വ്യാപരിച്ച ദൈവകൃപയുടെ അളവ് നമ്മിലും വ്യാപരിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ശുശ്രൂഷകൾ കൊണ്ട് പ്രയോജനമുണ്ട്. അർത്ഥവത്തായ ജീവിതം നയിക്കാൻ നമുക്ക് ഈ കർത്തൃദാസന്മാരെ മാതൃകയാക്കാം. ഇവർ നമ്മുടെ ആവേശമാണ്, ഇവർ നമ്മുടെ പ്രചോദനമാണ്, അവർ ക്രിസ്തുവിൽ നമ്മുടെ മാർഗദർശികളാണ്. കർത്താവിൻ്റെ ദാസന് എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും കർത്താവ് ധാരാളമായി നൽകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വം. ആശയങ്ങളുടെ വാതായനം എന്ന ഈ പരിപാടി നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ID അഡ്രസ്സിലേക്ക് ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ ദൈവത്തിന്റെ കൃപ ഇരിക്കുമാറാകട്ടെ. ആമേൻ.